അപ്പോ ഹായ് എവ്രി വൺ. പോളിഗ്രേഡ് ലേണിംഗിന്റെ CU സ്റ്റോറീസിന്റെ ഭാഗമായിട്ടുള്ള സ്വപ്ന ക്യാമ്പസുകളിലെ വിശേഷങ്ങൾ നേരിട്ടറിയാം എന്ന സീരീസിലെ രണ്ടാമത്തെ സെഷനിലാണ് ഇന്ന് നമ്മൾ ഉള്ളത്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവരെയും ഞാൻ ഈ സെഷനിലേക്ക് വെൽക്കം ചെയ്യുന്നു. ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് ജാമിയ മില്ലിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ വിശേഷങ്ങളാണ്. അപ്പോൾ ഏകദേശം 800 ഏക്കറുകളോളം ഡൽഹിന്റെ ഒത്ത നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്യാമ്പസാണ് ജാമിയ മില്ലിയ. അപ്പം അക്കാഡമിക് എക്സലൻസ് കൊണ്ടും അതുപോലെ തന്നെ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറൽ ബ്യൂട്ടി കൊണ്ടും അറിയപ്പെടുന്ന ഒരുപാട് ഡൈവേഴ്സ് ആയിട്ടുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ്, അണ്ടർ ഗ്രാജുവേറ്റ്, ഡോക്ടറേറ്റ് പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്യാമ്പസ് കൂടിയാണ് ജാമിയ മില്ലിയ. അപ്പോൾ ജാമിയനെ കുറിച്ചിട്ട് കൂടുതൽ വിശദമായിട്ട് ഇന്ന് പറഞ്ഞു തരാൻ നമ്മുടെ കൂടെ ഉള്ളത് രണ്ട് ഗസ്റ്റുകളാണ്. അമൻ ഷാ അബ്ദുള്ള ഇപ്പോൾ ജാമിയയില് BA പൊളിറ്റിക്കൽ സയൻസ് സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയും എൻ്റെ ബാച്ച്മേറ്റ് കൂടെയാണ്. അപ്പം അമൻ ഷാനെ ഞാൻ ഈ സെഷനിലേക്ക് വെൽക്കം ചെയ്യുന്നു. അതുപോലെ തന്നെ ഹദിയ ബിൻത്ത് ഫാസിൽ ഇപ്പം ജാമിയയിലെ ഫസ്റ്റ് ഇയർ BA ഹിസ്റ്ററി വിദ്യാർത്ഥിനിയും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടിട്ടുള്ള ഒരു ജൂനിയർ കൂടിയാണ്. അപ്പം ഹദിയനെയും ഞാൻ ഈ സെഷനിലേക്ക് വെൽക്കം ചെയ്യുന്നു. അപ്പൊ നമുക്ക് അമൻ ഷാ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അമൻ ഷാ റെഡി അല്ലേ? ഹലോ. Okay, hi, hello, audible ആണോ തസ്നി? യെസ്, ഓക്കെ ആണ്. Yeah, yeah, okay. Thank you. So first of all, thank you for the wonderful introduction. And okay. അപ്പം ഈ ഒരു സെഷനിൽ നമ്മൾ ഇന്ന് ഓൾറെഡി തസ്നി ഇൻട്രഡക്ഷനിൽ പറഞ്ഞു, നമ്മൾ CU സ്റ്റോറീസിന്റെ ഭാഗമായിട്ട് ഓരോ യൂണിവേഴ്സിറ്റിനെ പരിചയപ്പെടുക അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കുക, അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ബേസിക്കലി ഇപ്പം ഈ ഒരു സെഷനിൽ ഇപ്പൊ റൈറ്റ് നൗ നമ്മളിവിടെ ഗ്യാദർ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങളെല്ലാവരും ജാമ്യ ഡ്രീം ചെയ്യുന്ന അല്ലെങ്കിൽ ജാമ്യയിലെ എൻട്രൻസിലൂടെ എല്ലാം എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ആസ്പിറൻസ് ആയിരിക്കും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ റൈറ്റ് നൗ ഇപ്പം ഗ്യാദർ ചെയ്തിട്ടുണ്ടാവുന്ന ഞാൻ ബേസിക്കലി വിചാരിക്കുന്നത്. ആൻഡ് വളരെ സന്തോഷമുണ്ട്, കാരണം ജാമ്യ മില്ലിയ ഇസ്ലാമിയ ഈ ഒരു 3 ലെറ്റർ ഒരുപക്ഷെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമ്മളെ മനസ്സിലേക്ക് ആദ്യം വിരുന്നെത്തുന്ന ഒരു കേന്ദ്ര സർവകലാശാല കൂടിയാണ് ഈ ജാമ്യ മില്ലിയ എന്നുള്ളത്. അതില് ഇപ്പൊ നമ്മൾ പറയും, അതായത് ഓൾറെഡി CUTന്റെ ഓറിയന്റേഷനിലെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമുക്ക് പലതരം യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, അതേപോലെ തന്നെ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇതിലെല്ലാം വെച്ച് കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത്, അതായത് കുറച്ചൊരു ഹൈ സ്റ്റാൻഡേർഡും പ്രൊഫൈലും എല്ലാം കീപ്പ് ചെയ്യുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആണ്. അതേ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് തന്നെ നല്ലൊരു ഹൈ പോർട്ട്ഫോളിയോയും നല്ല റാങ്കിങ്ങും നല്ല അക്കാഡമിക്സും എല്ലാം കൊണ്ടും നല്ലൊരു ടോപ്പ് റാങ്കിങ് അല്ലെങ്കിൽ ടോപ്പ് ലെവൽ നിലനിർത്തുന്ന കുറച്ച് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. സോ അതിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് ജാമ്യ മില്ലിയ ഇസ്ലാമിയ എന്നുള്ളത്. സോ ജാമ്യനെ പറ്റി പറയുമ്പം ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട്. നമുക്കറിയാം ടോട്ടൽ 48 സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആണ് ഇന്ത്യയിൽ വരുന്നത്. അതില് ജാമ്യനെ വ്യത്യസ്തമാക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ജാമ്യ ഈസ് സംതിങ് പവർ വൈസ് അല്ലെങ്കിൽ ഓട്ടോണമി അനുസരിച്ചിട്ട് ജാമ്യ എന്താണ് ബാക്കിയുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റിന്ന് വളരെ ഡിഫറെന്റ് ആണ്. ഒന്നാമത്തെ കേസ് അതാണ്. രണ്ടാമത്തെ ഒരു കേസ് എന്ന് പറയുന്നത്, നമുക്ക് കേട്ട് പരിചയമുള്ള പല കോഴ്സുകളുണ്ടാവും. അതായത് നമ്മൾ ഒറ്റയടിക്ക് നമ്മളിങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും പല ആൾക്കാരിൽ നിന്നും കേട്ട കുറെ കോഴ്സസും പ്രോഗ്രാംസ് എല്ലാം ഉണ്ടാവും. ഇതെല്ലാം നമുക്ക് ഒരു സിംഗിൾ യൂണിവേഴ്സിറ്റിയിൽ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിലുള്ള ഒരു യൂണിവേഴ്സിറ്റി ജാമ്യ തന്നെ ആയിരിക്കും. ബാക്കി പല യൂണിവേഴ്സിറ്റിയിലും പോയിണ്ടെങ്കിൽ അവിടെ ചിലപ്പം ചില കോഴ്സസ് ഉണ്ടാവില്ല, ചിലത് ഉണ്ടാവും, ആ രീതിയിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. എന്നാൽ നമുക്ക് കണ്ട് കേട്ട് പരിചയമുള്ള മിക്ക കോഴ്സുകളും എക്സ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് ജാമ്യ മില്ലിയ ഇസ്ലാമിയ എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സബ്ജക്റ്റുകളുടെ ഒരു കലവറ എന്ന് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ ജാമ്യനെ നമുക്ക് പൊതുവെ വിശേഷിപ്പിക്കാൻ പറ്റും. ഈ രണ്ട് കാര്യമാണ്. മൂന്നാമത്തെ കേസ്, ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റികളും റൈറ്റ് നൗ ഇപ്പൊ CUT UG എന്ന് പറഞ്ഞ ഒരൊറ്റ സിംഗിൾ എൻട്രൻസിന്റെ അണ്ടറിലേക്ക് വന്ന സമയമാണ് ഇപ്പൊ നമ്മളെ മുമ്പിലുള്ളത്. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് എക്സാം നടത്തുന്ന ചുരുക്കം ചില യൂണിവേഴ്സിറ്റികൾ മാത്രമേ ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ളൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് ജാമ്യ മില്ലിയ എന്നുള്ളത്. അതിനിപ്പോ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിന്റെ കേസിലേക്ക് വരുമ്പം ഈ 48 സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ 1-2 യൂണിവേഴ്സിറ്റി മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ, ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എൻട്രൻസ് നടത്താൻ കഴിയുന്നുള്ളൂ. അത് അവരെ പവർ കൊണ്ട് കൂടിയാണ് അവർക്ക് അങ്ങനെ അതിന് സാധിക്കുന്നത്.
അതിൽപ്പെട്ട ഒന്നാണ് ജാമ്യം ആൻഡ് രണ്ടാമത്തത് അലിഗർ. അലിഗറിനെ പറ്റി നിങ്ങൾക്ക് ഇനി വരുന്ന സെഷൻസിലെല്ലാം കൂടുതൽ മനസ്സിലാവും. സോ വെൻ കമ്മിങ് ടു ദ ജാമ്യനെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതിൽ ചെറിയൊരു കറക്ഷൻ വരുത്താണ്. ജാമ്യനെ സംബന്ധിച്ച് ജാമ്യക്ക് ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞത് 230 സംതിങ് ഏക്കേഴ്സോളം നമുക്ക് ജാമ്യയിൽ വരുന്നുണ്ട്. പക്ഷെ ഈ 230ഓളം ഏക്കർ എന്ന് പറയുമ്പോൾ നമ്മൾ ബേസിക്കലി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെ നാട്ടിലെ കോളേജസ് അല്ലെങ്കിൽ നമ്മളെ നാട്ടിലെ ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഒക്കെ നമ്മൾ ആലോചിച്ച് നോക്കിയൊക്കെ ചിലത് 1, 2, 3 ഏക്കറിലൊക്കെ ആയി ഒതുക്കപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഡൽഹിയുടെ ഏറ്റവും ഒത്ത നടുവിലായിട്ട് സിറ്റിയിലായിട്ട് തന്നെ ഒരു 230ഓളം ഏക്കറിലായിട്ട് ഒരു വിസ്തീകരിച്ച് കിടക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയെ നമ്മൾ കാണുന്നതും അതിനെപ്പറ്റി മനസ്സിലാക്കുന്നതും. അതാണ് അതിലെ ഏറ്റവും പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. സോ ലൊക്കേഷൻ വൈസ് പറയുകയാണെങ്കിൽ ബാക്കി യൂണിവേഴ്സിറ്റികളെല്ലാം ഞാൻ ആ യൂണിവേഴ്സിറ്റികളെ താഴ്ത്തി പറയല്ല, പക്ഷെ നമുക്ക് സാധാരണ രീതിയിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികളെല്ലാം കുറച്ച് സിറ്റിയിൽ നിന്ന് മാറി കുറച്ച് ഗ്രാമപ്രദേശങ്ങളിലാണ് സാധാരണ രീതിയിൽ ഉണ്ടാവാറുള്ളത്. പക്ഷെ ജാമ്യനെ സംബന്ധിച്ച് എല്ലാ രീതിയിലും അത് ബൈ റെയിൽ ആവട്ടെ അല്ലെങ്കിൽ ബൈ ഫ്ലൈറ്റ് ആവട്ടെ ബൈ ബസ് ട്രാൻസ്പോർട്ടേഷൻ, എല്ലാ രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ വെച്ച് നോക്കുമ്പോഴും നമുക്ക് എല്ലാം കൊണ്ടും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ജാമ്യ എന്ന് പറയുന്നത്. ഈവൻ ഇൻ ദ കേസ് ഓഫ് മെട്രോ ഓൾസോ. കാരണം ജാമ്യന്റെ യൂണിവേഴ്സിറ്റിന്റെ തൊട്ട് മുമ്പിലൂടെയാണ് മെട്രോ പോയിക്കൊണ്ടിരിക്കുന്നത്, ഡൽഹി മെട്രോ പോകുന്നത്. സോ ആ ഒരു കേസിലെല്ലാം ജാമ്യ ഈസ് വെരി നൈസ്. ആൻഡ് വെൻ കമ്മിങ് ടു ദ അതിന്റെ ഒരു ഏരിയ ഞാൻ ഓൾറെഡി പറഞ്ഞു. നമ്മളിങ്ങനെ പറയാറുണ്ട് തമാശ രൂപേനാണെങ്കിലും, 2 മെട്രോ സ്റ്റേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന്റെ ഇടയിൽ ഒരു റോഡിന്റെ 2 സ്ഥലങ്ങളിലായിട്ട് 2 ഭാഗത്തായിട്ട് വളരെയധികം വൈഡ് ആയിക്കൊണ്ട് കിടക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ജാമ്യ എന്ന് പറയുന്നത്. റൈറ്റ് നൗ ജാമ്യക്ക് ഇപ്പോഴത്തെ ഒരു ഇതില് 24 വേരിയസ് ആയ ഗേറ്റുകൾ ജാമ്യക്ക് ഉണ്ട്. 24 ഗേറ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യും, ജാമ്യന്റെ വ്യത്യസ്തങ്ങളായ ഡിപ്പാർട്ട്മെന്റിലേക്കും സെന്ററിലേക്കും ഒക്കെ നമുക്ക് കടക്കാനുള്ള ഒരു ഇതുണ്ട്. ആൻഡ് ഇനി ഒരു റാങ്കിങ്ങിന്റെ കാര്യത്തിലേക്ക് പറയുമ്പോൾ NIRF എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ റാങ്കിങ് ഫ്രെയിംവർക്ക്. യെസ്, ദാറ്റ്സ് ദ. സോ ആ ഒരു NIRF റാങ്കിങ് അനുസരിച്ചിട്ട് ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളിൽ 4th റാങ്ക് ആണ് ഏറ്റവും പുതിയതായിട്ട് വന്ന NIRF റാങ്ക് അനുസരിച്ച് ജാമ്യക്ക് ഉള്ളത്. സോ ആ ഒരു 4th റാങ്ക് എന്ന് പറഞ്ഞത് വെരി ഇമ്പോർട്ടന്റ്. നമ്മൾ മറ്റുള്ള യൂണിവേഴ്സിറ്റികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ജാമ്യക്ക് ഒരു 4th റാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജാമ്യന്റെ പല രീതിയിലുള്ള ക്വാളിറ്റീസ് കൊണ്ട് ജാമ്യക്ക് ലഭിച്ചിട്ടുള്ള ഒരു പ്ലസ് പോയിന്റ് കൂടിയാണ് ആ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞു ജാമ്യയിലെ ഒരു കോഴ്സും പല പ്രോഗ്രാംസ് എല്ലാം നമുക്ക് കാണാൻ കഴിയുന്നുള്ളത്. അതെങ്ങനെയാണ് ജാമ്യനെന്ന് നമ്മളിങ്ങനെ ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് 11 ഫാക്കൽറ്റികളാണ് ജാമ്യയിലുള്ളത്. 11 ഫാക്കൽറ്റി. ആൻഡ് ഫാക്കൽറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ബേസിക്കലി ആലോചിക്കേണ്ട ഒരു കാര്യം, ഒരു ഫാക്കൽറ്റിന്റെ അണ്ടറിൽ പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും. ആ ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ പല കോഴ്സുകൾ ഉണ്ടാവും. സോ അങ്ങനെയാണ് വരുന്നത്, കോഴ്സ്, ഡിപ്പാർട്ട്മെന്റ്, ഫാക്കൽറ്റീസ്, ഇങ്ങനെ ഒരു റാങ്ക് രീതിയിലാണ് വരുന്നത്. സോ അങ്ങനെ നമുക്ക് 11 ഫാക്കൽറ്റീസ് ഉണ്ട്. ഇനി ഈ 11 ഫാക്കൽറ്റീസിന് അണ്ടറിലായി നമുക്ക് 48ഓളം ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ആൻഡ് ഈ 48 ഡിപ്പാർട്ട്മെന്റിന് അണ്ടറിലായി അതോടൊപ്പം ഈ ഡിപ്പാർട്ട്മെന്റും ഫാക്കൽറ്റിയും കൂടാതെ നമുക്ക് സെന്റേഴ്സ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. സെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഓരോ ഇതാണ്. നമ്മളിപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെന്റർ ഫോർ സോഷ്യൽ ഇൻക്ലൂഷൻ ആൻഡ് എക്സ്പ്ലോഷൻ, അതൊരു സെന്റർ ആണ്. ബേസിക്കലി അത് PGയിലാണ് സെന്റേഴ്സ് അധികം കണ്ടുവരാറുള്ളത്. അങ്ങനെ ഒരു 29 സെന്റേഴ്സ് നമുക്കുണ്ട്. പിന്നെ ജാമ്യ യൂണിവേഴ്സിറ്റിക്ക് പുറമെ നമുക്കൊരു 7 സ്കൂളും വരുന്നുണ്ട്. 7 സ്കൂൾസ് ആണ് നമുക്ക് ജാമ്യയിൽ വരുന്നത്. ആൻഡ് ഇനി ഞാൻ പറഞ്ഞു, ഇപ്പൊ ഈ ഫാക്കൽറ്റിന്റെ ഒക്കെ ഒരു എക്സാമ്പിൾ ത്രൂ ഒന്നുകൂടി ഞാൻ പറഞ്ഞത് നിങ്ങൾ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. ഇപ്പം ഫാക്കൽറ്റി ഓഫ് സോഷ്യൽ സയൻസ് എന്നുള്ളത് ഒരു ഫാക്കൽറ്റിയാണ് ജാമ്യയിലെ. ആ ഫാക്കൽറ്റി ഓഫ് സോഷ്യൽ സയൻസിന്റെ അണ്ടറിലാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യോളജി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്കോളജി, ഇങ്ങനത്തെ ഡിപ്പാർട്ട്മെന്റ്സ് വരുന്നത്. ഈ ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലായിരിക്കും BA ഓണേഴ്സ് പൊളിറ്റിക്കൽ സയൻസ്, BA ഓണേഴ്സ് സോഷ്യോളജി, BA ഓണേഴ്സ് സൈക്കോളജി, MA സൈക്കോളജി, MA പൊളിറ്റിക്കൽ സയൻസ്, ഇങ്ങനത്തെ കോഴ്സുകൾ വരുന്നുണ്ടാവുക. ഇനിയിപ്പോ സയൻസിലേക്ക് വരുമ്പോൾ ഫാക്കൽറ്റി ഓഫ് സയൻസ്, സയൻസിന്റെ അണ്ടറിലാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കെമിസ്ട്രി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിസിക്സ്, അങ്ങനെ ഡിപ്പാർട്ട്മെന്റ് വരുന്നത്. സോ ഫാക്കൽറ്റിന്റെ താഴെ ഡിപ്പാർട്ട്മെന്റും ഡിപ്പാർട്ട്മെന്റിന്റെ താഴത്തായിട്ട് അണ്ടറിലായിട്ട് കോഴ്സസും ആണ് നമുക്ക് വരുന്നത്. ഇനി നമുക്ക് ബേസിക്കലി 7 ടൈപ്പ് ഓഫ് കോഴ്സസ് ആണ് ജാമ്യ മൊത്തത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതും ജാമ്യനെ ബാക്കിയുള്ള എല്ലാ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഏറ്റവും വേർതിരിച്ചിരുത്തുന്ന കാര്യമാണ്. കാരണം സാധാരണ അധിക യൂണിവേഴ്സിറ്റിയിലും നമുക്കറിയാവുന്ന 1-2 ടൈപ്പ് ഓഫ് കോഴ്സസ് ഏതായിരിക്കും. ഒന്ന് UG കോഴ്സസ്, അതായത് ഡിഗ്രി കോഴ്സസ് ഉണ്ടാവും. രണ്ടാമത്തത് PG കോഴ്സസ് ഉണ്ടാവും. 3 PhD ഉണ്ടാവും. ഈ ഒരു 3 കോഴ്സസ് പൊതുവെ നമ്മള് എല്ലാ യൂണിവേഴ്സിറ്റികളിലും കേട്ട് പരിചയമുള്ള കോഴ്സസ് ആയിരിക്കും. ഈ 3 എണ്ണം കൂടാതെ ജാമ്യക്ക്
ഒരു 4ഓളം അധിക രീതിയിലുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള കോഴ്സസ് വരുന്നുണ്ട്. ജാമ്യയിലെ ഡിപ്ലോമ കോഴ്സസ് വരുന്നുണ്ട്, അഡ്വാൻസ് ഡിപ്ലോമ കോഴ്സസ് വരുന്നുണ്ട്, PG ഡിപ്ലോമ കോഴ്സസ് വരുന്നുണ്ട്, പിന്നെ സർട്ടിഫിക്കറ്റ് കോഴ്സസ് വരുന്നുണ്ട്. ഇങ്ങനെ 4 ടൈപ്പോളം എക്സ്ട്രാ കോഴ്സുകൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ജാമ്യയിൽ വരുന്നുണ്ട്. ആൻഡ് ഇനി പ്രോഗ്രാംസിന്റെ കേസിലേക്ക് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അതായത് നമുക്ക് ഫാക്കൽറ്റിന്റെ താഴെ ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലായിട്ട് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. അതിൽ ഞാൻ പറഞ്ഞു, നമ്മൾ ഓൾമോസ്റ്റ് കണ്ടിട്ടും കേട്ടിട്ടും പരിചയമുള്ള എല്ലാ പ്രോഗ്രാംസും നമുക്ക് ജാമ്യയിൽ കാണായും. അത് എന്തുകൊണ്ടാണ് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, ജാമ്യയിലും നമുക്ക് ഓൾമോസ്റ്റ് അല്ല 286 പ്രോഗ്രാംസ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 286ഓളം പ്രോഗ്രാംസ് ഒരൊറ്റ സിംഗിൾ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യാണ്. അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനി അത് ഞാൻ യുജിന്റെ ഒരു കേസിലേക്ക് വരാം. നമ്മളെ ബാധിക്കുന്ന ഇവിടെ UG ആണല്ലോ, ഡിഗ്രി ആണല്ലോ. സോ ഡിഗ്രിയിൽ നമുക്ക് ഏകദേശം 55ഓളം കോഴ്സസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ജാമ്യ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ BA ഓണേഴ്സ് പൊളിറ്റിക്കൽ സയൻസ് പെടും, BA ഓണേഴ്സ് കെമിസ്ട്രി പെടും, BA ഓണേഴ്സ് സൈക്കോളജി പെടും, BA ഓണേഴ്സ് സോഷ്യോളജി പെടും, BA ഓണേഴ്സ് BSc കെമിസ്ട്രി, BSc ഫിസിക്സ്, ഈ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. BCom വരുന്നുണ്ട്, BBA വരുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾ കേട്ടിട്ടുള്ള ലാംഗ്വേജിൽ വരുന്നുണ്ട്. പല രീതിയിലുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് ഇതിൽ വരുന്നുണ്ട്. ആൻഡ് അതാണ് നമുക്ക് പ്രോഗ്രാംസിനെ പറ്റി പറയാനുള്ളത്. ആൻഡ് ഇതില് ഞാൻ ഓരോ യൂണിവേഴ്സിറ്റിന്റെയും എല്ലാ കോഴ്സും ഞാൻ പറയാത്ത എന്തുകൊണ്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ജാമ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ നോട്ട് ചെയ്തേക്കേണ്ട കാര്യം, ഞാൻ പറഞ്ഞല്ലോ ജാമ്യയിൽ നമുക്ക് പലതും CUT വഴി കുറച്ച് കോഴ്സസുകളും ബാക്കിയുള്ള കോഴ്സ് എല്ലാം ജാമ്യം ഡയറക്റ്റ് ആയിട്ട് നടത്താണ്. അതിനെ പറ്റിയ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യും. സോ അതുകൊണ്ട് ഇതുവരെ ജാമ്യ ഈ വർഷത്തേക്കുള്ള പ്രോസ്പെക്ടസ് ഔട്ട് ചെയ്തിട്ടില്ല. അപ്പൊ പ്രോസ്പെക്ടസ് ഔട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ അതിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. പ്രോസ്പെക്ടസ് ഔട്ട് ചെയ്യാത്തതുകൊണ്ട് ജാമ്യ അപ്ലിക്കേഷനും വിളിച്ചിട്ടില്ല കേട്ടോ. ജാമ്യയിലെ CUT കോഴ്സുകൾ മാത്രം അപ്ലിക്കേഷൻ വിളിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് ജാമ്യന്റെ മെജോറിറ്റി കോഴ്സുകളും ഇപ്പോഴും അപ്ലിക്കേഷൻ വിളിച്ചിട്ടില്ല. ദ മോസ്റ്റ് പ്രോബബ്ലി ഈ ഒരു ഫെബ്രുവരി ലാസ്റ്റ് അല്ലെങ്കിൽ മാർച്ച് സ്റ്റാർട്ടിങ്ങിൽ ജാമ്യ അപ്ലിക്കേഷൻ വിളിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ആ ഒരു സമയത്ത് നമ്മൾ നിങ്ങളെ കൃത്യമായിട്ട് ഇൻഫോം ചെയ്യും. ആൻഡ് ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു നമ്മളെ ജാമ്യന്റെ പ്രോസ്പെക്ടസിന് ആ പുതിയ വന്ന എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേറ്റീവ് അല്ലെങ്കിൽ ഒരു ഓറിയന്റേഷനും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എന്തായാലും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. സോ അതിൽ നമുക്ക് കുറച്ചുകൂടി പ്രോഗ്രാംസും കാര്യങ്ങളായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതില് നിങ്ങൾക്ക് സാധാരണ ഇത് കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്, ഞാൻ ആ 11 ഫാക്കൽറ്റീസ് എന്നാണല്ലോ, അതില് ഫാക്കൽറ്റി ഓഫ് സയൻസ് വരുന്നുണ്ട്, ഫാക്കൽറ്റി ഓഫ് ലാംഗ്വേജ് വരുന്നുണ്ട്, ഫാക്കൽറ്റി ഓഫ് സോഷ്യൽ സയൻസ് വരുന്നുണ്ട്, ഫാക്കൽറ്റി ഓഫ് ഫൈൻ ആർട്സ് വരുന്നുണ്ട്, ഫാക്കൽറ്റി ഓഫ് ലോ വരുന്നുണ്ട്, പിന്നെ അതേപോലെ തന്നെ ഫാക്കൽറ്റി ഓഫ് ഡെന്റിസ്ട്രി വരുന്നുണ്ട്, ഫാക്കൽറ്റി ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി വരുന്നുണ്ട്, ഫാക്കൽറ്റി ഓഫ് മാനേജ്മെന്റ് വരുന്നുണ്ട്, അതേപോലെ തന്നെ ഫാക്കൽറ്റി ഓഫ് ആർക്കിടെക്ചർ ആൻഡ് എക്കിസ്റ്റിക്സ് വരുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് 11ഓളം ഞാൻ പറഞ്ഞല്ലേ ഫാക്കൽറ്റീസും അതിന്റെ അണ്ടറിൽ ഒരുപാട് കോഴ്സസും വരുന്നുണ്ട്. സോ ബേസിക് ആയിട്ട് ഈ ഒരു എല്ലാ കോഴ്സസും നമ്മളിൽ ഉണ്ടെന്നാണ് നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, സോ പ്രോഗ്രാംസ് പറഞ്ഞു, അതേപോലെ തന്നെ ഫാക്കൽറ്റീസിനെ പറ്റി പറഞ്ഞു, 1, 2, 3 പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇനി നമ്മൾ അഗൈൻ ജാമ്യയിലുള്ള കുറച്ച് ഫെസിലിറ്റീസ്, ഇത് ജാമ്യനെ എന്തുകൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് വേർതിരിക്കുന്നു അല്ലെങ്കിൽ വ്യത്യസ്തനാക്കുന്നു കൂടിയാണ് നമ്മൾ ഈ കാര്യങ്ങളിലേക്ക് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇനി ഫെസിലിറ്റീസിന്റെ കേസിലേക്ക് വരുമ്പോൾ ഒന്നാമത്തേത് ജാമ്യന്റെ ലൈബ്രറി തന്നെയാണ്. ലൈബ്രറി എന്ന് പറയുമ്പോൾ യെസ്, ആ ഒരു ജാക്കിർ ഹുസൈൻ ലൈബ്രറി എന്നാണ് നമ്മൾ ജാമ്യന്റെ ലൈബ്രറിന്ന് സാധാരണ ഇതിൽ പറയാനുള്ളത്. ഏകദേശം 6 ലക്ഷത്തിൽ പരം ബുക്കുകൾ ജാമ്യന്റെ ലൈബ്രറിയിലുണ്ട്. അത് എല്ലാ രീതിയിലും അക്കാഡമിക് ആവട്ടെ റിസർച്ച് ആവട്ടെ നമുക്ക് ജാമ്യന്റെ ലൈബ്രറിയിൽ പോയി ഇരുന്ന് വായിക്കാനും അതേപോലെ തന്നെ അവിടുന്ന് തന്നെ എല്ലാ രീതിയിലുള്ള ആക്സസും കാര്യങ്ങളെല്ലാം നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അത്രയും ഒരു വൈഡ് ആയിട്ടുള്ള വാസ്റ്റ് ലൈബ്രറി സിസ്റ്റം തന്നെ ജാമ്യക്ക് എന്തുണ്ട് പറയാനായിട്ടുണ്ട്. ഇനി അടുത്തൊരു കേസിലേക്ക് വരുമ്പം ജാമ്യന്റെ ഹോസ്റ്റൽ ഫെസിലിറ്റി ആണ്. ഹോസ്റ്റൽ ഫെസിലിറ്റിന്റെ കേസ് പറയുമ്പോൾ ജാമ്യയില് മറ്റു യൂണിവേഴ്സിറ്റികളിലെ പോലെ തന്നെ ജാമ്യക്കും ഹോസ്റ്റലുണ്ട്. ബട്ട് ജാമ്യന്റെ ഹോസ്റ്റലിൽ ജാമ്യയിൽ അഡ്മിഷൻ എടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ജാമ്യന്റെ ഹോസ്റ്റലിലെ സൗകര്യമില്ല. ടോട്ടൽ അഡ്മിഷന്റെ ഒരു 30% കുട്ടികൾക്കാണ് ജാമ്യയിലെ ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ടാവുക. ആൻഡ് സാധാരണ നമ്മൾ എവിടെയെങ്കിലും അപ്ലിക്കേഷൻ എഴുതി കൊടുക്കുന്നത് പോലെയല്ല ജാമ്യന്റെ ഹോസ്റ്റൽ ഫെസിലിറ്റി. ജാമ്യയിൽ ഏറ്റവും ആർട്ടിസ്റ്റിംഗ് ഇൻട്രസ്റ്റിംഗ് ആയ സംഭവമാണ്. ജാമ്യയിൽ നമുക്ക് ഹോസ്റ്റൽ കിട്ടണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഇന്റർവ്യൂ എല്ലാം അറ്റൻഡ് ചെയ്യണം. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അതിലെ മാർക്കെല്ലാം പരിഗണിച്ചിരിക്കും നമുക്ക് ഹോസ്റ്റൽ ഉണ്ടാവാം.
അത് ആ ഒരു സമയമാകുമ്പോൾ മീൻസ് നമ്മൾ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞുതരും. ഒരു ടോട്ടൽ 100 മാർക്കിന്റെ ഒരു ഗ്രേഡ് ഒക്കെ ഉണ്ടാവുക. അതില് 40 മാർക്ക് വരെ നമുക്ക് നമ്മളെ പ്ലസ് ടുവിലെ മാർക്ക് വെച്ചിട്ട് കിട്ടും. ആൻഡ് ബാക്കി നമ്മളെ ഡിസ്റ്റൻസ്, നമ്മളെ ആനുവൽ ഇൻകം, അതേപോലെ തന്നെ നമുക്ക് NCC SPC മീൻസ് NSS പോലെ കോട്ടകൾ ഉണ്ടെങ്കിൽ, സ്പോർട്സ് കോട്ട പോലെങ്കിൽ അതിന്റെ ബേസ് മാർക്ക് കിട്ടും. ആൻഡ് നമ്മൾ 25 മാർക്ക് ഈ ഒരു ഇന്റർവ്യൂ, ഇങ്ങനെ എല്ലാം കൂടി കൂട്ടിയിട്ട് ടോട്ടൽ ഒരു 100 മാർക്കിൻ്റെതാണ്. അതിലേറ്റവും ടോപ്പ് മാർക്ക് കിട്ടുന്ന കുട്ടികളായിരിക്കും എന്തിനുണ്ടാവുക, നമുക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റി കിട്ടാം. അല്ലാത്തവരും വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ സംബന്ധിച്ച് ജാമ്യ നഗർ എന്ന് നമ്മൾ പറയാം. ഒരു യൂണിവേഴ്സിറ്റി നിൽക്കുന്നതിന്റെ ഒരു ചുറ്റുഭാഗം ഫുള്ള് ജാമ്യ നഗറാണ്. അവിടെ നമുക്ക് കുറെ സ്ഥലങ്ങളിലായിട്ടും നമ്മള് മലയാളീസ് ആവട്ടെ എല്ലാവർക്കും നിൽക്കാൻ പറ്റുക, അതായത് ഏറ്റവും ലോ കോസ്റ്റ് തന്നെ നമുക്ക് നിൽക്കാൻ കഴിയുന്ന റൂമുകളും, അതേപോലെ PG, അതെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് PG അറിയുമ്പോൾ പേയിങ് ഗസ്റ്റ്, അതായത് നമുക്ക് കുറച്ചുകൂടി ഫർണിഷ്ഡ് ആയിട്ടുള്ള റൂംസ് ആണ്. സോ അങ്ങനെ ഹോസ്റ്റൽ ഫെസിലിറ്റി എന്നൊക്കെ നമ്മൾ പറയും. അതായത് ജാമ്യന്റെ അല്ലാത്ത തന്നെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് കാര്യങ്ങളെല്ലാം നമുക്ക് എന്താണ് ജാമ്യന്റെ പുറത്തെല്ലാം അവൈലബിൾ ആണ്. സോ ആ ഒരു കാര്യത്തിലൊന്നും നമ്മൾ വെറീഡ് ആവേണ്ട ആവശ്യമില്ല. ഹോസ്റ്റലും ബാക്കി കാര്യങ്ങളും നമുക്ക് അവിടെ എത്തിയാൽ സെറ്റ് ആക്കാവുന്നതേ ഉള്ളൂ. ആൻഡ് അടുത്തത് സ്പോർട്സ് ഫെസിലിറ്റി. ജാമ്യന്റെ സ്പോർട്സ് ഫെസിലിറ്റി അറിയുമ്പം ജാമ്യക്ക് എല്ലാ രീതിയിലും അത്ലറ്റിക്സ് ആവട്ടെ, ബാക്കി ബാഡ്മിന്റൺ, ഫുട്ബോൾ, ക്രിക്കറ്റ് ആൻഡ് എല്ലാവിധ ടൂർണമെന്റിലും സ്പോർട്സ് റിലേറ്റഡ് ആയ ടൂർണമെന്റിലെല്ലാം ജാമ്യക്ക് ഓൺ യൂണിവേഴ്സിറ്റി ടീം ഉണ്ട്. ജാമ്യ പങ്കെടുക്കാറുണ്ട്. പല നാഷണൽ ഗെയിംസ് പോലുള്ള പല ഇതിലും യൂണിവേഴ്സിറ്റി, ഇന്റർ യൂണിവേഴ്സിറ്റി ടൂർണമെന്റ്സ്, അതേപോലെ നാഷണൽ യൂണിവേഴ്സിറ്റി ടൂർണമെന്റ്, ഇങ്ങനെ കാര്യങ്ങളിലെല്ലാം ജാമ്യ പങ്കെടുക്കാറുണ്ട്. അതിലെല്ലാം ജാമ്യക്ക് നല്ല രീതിയിലുള്ള റിസൾട്ടും അതും ജാമ്യക്ക് ഉണ്ട്. സോ ജാമ്യന്റെ സ്പോർട്സ് ഫെസിലിറ്റി അറിയുന്നതും വൺ ഓഫ് ദി ബെസ്റ്റ് ആണ്. ആൻഡ് വെൻ കമ്മിങ് ടു ദ ഹെൽത്ത് ഫെസിലിറ്റി അറിയുമ്പം ജാമ്യക്ക് സ്വന്തമായിട്ട് ഒരു ഹെൽത്ത് സെന്റർ ഉണ്ട്. MA അൻസാരി ഹെൽത്ത് സെന്റർ എന്ന് അതിനെ പറയല് നമ്മള്. അൻസാരി ഹെൽത്ത് സെന്ററിൽ നമുക്ക് ജാമ്യയിലെ സ്റ്റുഡൻസിന് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് ട്രീറ്റ്മെന്റ് കാര്യങ്ങളെല്ലാം ഫ്രീ ആണ്. അവിടെ ഡോക്ടേഴ്സ് ഉണ്ടാവും ഏത് സമയം. ഏത് സമയം പറയുമ്പോൾ മീൻസ് മോർണിംഗ് ടു നൈറ്റ് എന്തായാലും ഡോക്ടേഴ്സ് ഉണ്ടാവും. ഈവൻ വീക്കെൻഡിൽ അടക്കം അവിടെ ഡോക്ടേഴ്സ് അവൈലബിൾ ആയിരിക്കും. സോ ആംബുലൻസ് ഫെസിലിറ്റി ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫിസിയോതെറാപ്പിന്റെ സെന്റർ ഉണ്ട്. ഡെന്റൽ കോളേജ് ഉണ്ട് ജാമ്യക്ക് സ്വന്തമായിട്ട്. ഇവിടെയെല്ലാം നമ്മൾ സ്റ്റുഡൻസിന് എന്തായിരിക്കും കംപ്ലീറ്റ് ആക്സസ് ഫ്രീ ആയിട്ട് നമുക്ക് അതെല്ലാം യൂസ് ചെയ്യാം, കാണിക്കാം, എല്ലാ രീതിയിലും നമുക്ക് അവിടെ ഓക്കെയാണ്. സോ ഇനി ജാമ്യന്റെ മറ്റൊരു ഫെസിലിറ്റിയാണ് RCA, റെസിഡൻഷ്യൽ സിവിൽ സർവീസ് അക്കാഡമി. ഇതാണ് ഡൽഹിയിൽ വരുന്ന പല കുട്ടികളെയും കൂടുതൽ അട്രാക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ സിവിൽ സർവീസ് മോഹം കൂടി വെച്ചിട്ടായിരിക്കും പല സ്റ്റുഡൻസും, അധികം ഞാൻ ഹ്യൂമാനിറ്റീസിലെ ബാക്ക്ഗ്രൗണ്ടിലെ കുട്ടികളെ മാത്രമല്ല കേട്ടോ പറയുന്നത്, MBBS എടുത്തിട്ട് ഇതാവുന്ന കുട്ടികളുടെ, സയൻസിൽ വന്നിട്ട് RCA എടുക്കുന്ന കുട്ടികളുടെ പല കുട്ടികളുണ്ട്. സോ നമുക്ക് ഡൽഹി എന്ന് പറഞ്ഞ ഒരു സിവിൽ സർവീസ് ഹബ്ബ് കൂടിയാണ്. സോ ബേസിക്കലി നമുക്ക് നല്ല രീതിയിലുള്ള ചെലവുകളും കാര്യങ്ങളൊക്കെ നമുക്ക് സിവിൽ സർവീസിന് കോച്ചിങ്ങിനെല്ലാം വരലുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ജാമ്യന്റെ RCA നമുക്കൊരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറുന്നത്. നമ്മളിവിടെ എത്തി നമ്മളെ ഡിഗ്രി 3rd ഇയർ എല്ലാം ആവുന്ന സമയത്ത് നമുക്ക് RCAന്റെ എക്സാം എഴുതാൻ കഴിയും. RCAന്റെ എക്സാം എഴുതിയിട്ട് നമുക്ക് അവിടെ എൻട്രൻസ് പാസ്സായി അതേപോലെ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ഇയർ ആയിട്ട് 1 ഇയറിലേക്ക് ജാമ്യന്റെ RCA ഫ്രീ ഓഫ് കോച്ചിങ്. RCA എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ജാമ്യന്റെ RCA ഇസ് നോട്ട് ലൈക്ക് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ. മറ്റു ഇൻസ്റ്റിറ്റ്യൂഷനെ പോലെയല്ല. ലാസ്റ്റ് ഇയർ അതിന്റെ മുമ്പത്തെ വർഷങ്ങളിലായിട്ടും ടോട്ടൽ നമുക്കറിയാം ഒരു വർഷം 1000 സംതിങ് നിയർ ടു 1000 സിവിൽ സർവൻസ് ആണ് 1 ഇയർ പ്രൊഡ്യൂസ് ആവുന്നത്. അതില് 39-40ഓളം ആൾക്കാരെല്ലാം ജാമ്യന്റെ RCAയിൽ നിന്ന് ഉണ്ടാകുന്ന കാലം വന്നിട്ടുണ്ട്. ഈ റീസെന്റ് ആയിട്ടുള്ള കേസാണ് ഞാൻ പറയുന്നത്. സോ അത്രയും നല്ല റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടിയാണ് ഈ ജാമ്യന്റെ RCA എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ്സ് ഇനിയും ജാമ്യക്ക് ഔട്ട്റീച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. ജാമ്യ പുറത്തുള്ള, അതായത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ സ്കീമുകളൊക്കെ അനുസരിച്ചിട്ട് പുറത്തുള്ള 4-5 ഗ്രാമങ്ങളെല്ലാം ജാമ്യ അഡോപ്റ്റ് ചെയ്തിട്ട് അവിടെ പോയിട്ട് നമ്മൾ കുറച്ചുകൂടി ഫീൽഡ് വർക്ക് എക്സ്പോഷർ എല്ലാം ചെയ്യാറുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഓൾമോസ്റ്റ് സോഷ്യൽ വർക്ക് അതേപോലെ പല കോഴ്സുകളും നമ്മളെ ജാമ്യയിലുണ്ട്. സോ ആ കോഴ്സ് പഠിക്കുന്നവർക്കെല്ലാം കുറച്ചൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഔട്ട്റീച്ച് ആക്ടിവിറ്റീസും നമ്മൾ ചെയ്യാറുണ്ട്. ഓക്കെ, സോ ആ ഒരു കാര്യങ്ങളാണ് ബേസിക്കലി ജാമ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫെസിലിറ്റീസും കാര്യങ്ങളായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി ജാമ്യന്റെ ഒരു എൻട്രൻസ് എന്ന് പറഞ്ഞത്, ഇതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഏറ്റവും അധികം ഭയപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത്. ജാമ്യ പറഞ്ഞത് വല്ലാത്തൊരു കടമ്പയാണ്. അതിന് 1-2 കാരണങ്ങൾ നിങ്ങൾ പറയാണ്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം. ഒരു കാരണം ജാമ്യയില് നമുക്ക് നമ്പർ ഓഫ് സീറ്റ് വളരെ കുറവാണ്. രണ്ടാമത്തത് ജാമ്യന്റെ സ്പെഷ്യൽ എൻട്രൻസ് ആയതുകൊണ്ട് തന്നെ അതിന്റെ ഒരു
ടഫും ബാക്കിയുള്ള ഡിഫിക്കൽട്ട് ലെവലും കാര്യങ്ങളെല്ലാം ക്വസ്റ്റ്യൻസിന്റെ. മൂന്നാമത്തത് നമ്പർ ഓഫ് അപ്ലിക്കേഷൻസ് കൂടുതലായതിന്റെ ഒരു ഇഷ്യൂസ്. സോ ഇതെല്ലാം നമുക്ക് എക്സ്ക്യൂസസ് ആയിട്ടും പല രീതിയിൽ നമുക്ക് ജാമ്യയുടെ എക്സാം എഴുതാണ്ട് നിൽക്കാനുള്ള പല എക്സ്ക്യൂസസ് ആണ്, പല കാരണങ്ങളാണ്. പക്ഷെ ജാമ്യ ഒരിക്കൽ നമ്മൾ കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഡ്രീം ചെയ്യുന്നുണ്ടെങ്കിൽ, അത് ഉറപ്പാണ്. നിങ്ങൾ അതിനുള്ള എഫേർട്ടും നിങ്ങൾ ഇടുന്നുണ്ടെങ്കിൽ ജാമ്യം നിങ്ങൾക്ക് കിട്ടിയിരിക്കും, ഉറപ്പാണ്. കാരണം ഇത്രയും വരുന്ന കുട്ടികള് 10,000-ഓളം ഒരു 40-42 സീറ്റിന് 10,000-ഓളം വരുന്ന കുട്ടികളെല്ലാം എക്സാം എഴുതിയിട്ട് അതിൽ 2ഉം 3ഉം 4ഉം റാങ്കുകൾ വരെ മലയാളീസ് നേടിയിട്ടുള്ള ചരിത്രം ജാമ്യക്കുണ്ട്. ഇത് ഞാൻ ഒരുപാട് വർഷം മുമ്പുള്ള കാര്യമല്ല പറയുന്നത്. ലാസ്റ്റ് ഇയർ നടന്നിട്ടുണ്ട്, അതിന്റെ മുമ്പ് വർഷത്തെ നടന്നിട്ടുണ്ട്. പല വർഷങ്ങളിലായിട്ട് പല കോഴ്സുകളും ജാമ്യയിൽ നടക്കുന്നതാണ്. നമ്മൾ ഒരേ സമയത്ത് പേടിച്ചിന്ന് മാറിക്കുമ്പോൾ മറ്റു സൈഡിൽ നമ്മളെ പോലെ തന്നെയുള്ള മലയാളീസ് എന്ത് ചെയ്യാണ്, ഇതേ ജാമ്യ റാങ്കോട് കൂടി തന്നെ നേരിട്ട് ക്രാക്ക് ചെയ്യാണ്. സോ അതെന്ന് പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നൊരു കാര്യമാണ്. സോ അതൊരിക്കലും എന്തുണ്ടാവരുത്, നിങ്ങളെ സംബന്ധിച്ച് ആ ഒരു ഇഷ്യൂ ഉണ്ടാവരുത്. നമ്മൾ എക്സാം അപ്ലൈ ചെയ്യുന്നു, പഠിക്കുന്നു, എഫേർട്ട് ഇടുന്നു, റിസൾട്ട് വരുന്നു, അത്രയേ ഉള്ളൂ. അത് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ജാമ്യന്റെ ഇതിലുള്ളൂ. ഇനി ജാമ്യന്റെ എൻട്രൻസിന്റെ ഇതിലേക്ക് വരുമ്പോൾ അതിന്റെ ഒരു പ്രാക്ടിക്കൽ വശങ്ങളിലേക്ക് വരുമ്പം നമുക്ക് ഒരു മൾട്ടിപ്പിൾ രീതിയിൽ നമുക്ക് ജാമ്യയിൽ അഡ്മിഷൻ എടുക്കാൻ കഴിയും. അതെങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ജാമ്യന്റെ ബിടെക് പോലെ കോഴ്സുകൾ, അതായത് ഈ ബിടെക് പോലെ ഇങ്ങനത്തെ കോഴ്സുകൾക്ക് നമ്മൾ JEE എന്ന നാഷണൽ എൻട്രൻസ് എക്സാം ഉണ്ട്. ആ എക്സാം എഴുതിയ കുട്ടിക്ക് ജാമ്യയിൽ ബിടെക് പോലെ കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാൻ കഴിയുള്ളൂ. അപ്പം ഒരു എൻട്രൻസിനുള്ള വഴി ഈ JEE ആണ്. ഇനി രണ്ടാമത്തത് BArch പോലെ കോഴ്സുകൾ, ആർക്കിടെക്ചറിന് അണ്ടറിൽ വരുന്ന കോഴ്സുകൾ, BArch പോലെ അത്തരത്തിലുള്ള കോഴ്സുകൾക്ക് നമുക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ NATA അഥവാ നാറ്റ എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു ആർക്കിടെക്ചർ ഫീൽഡിലുള്ള കോഴ്സ്, ഒരു എക്സാം ഉണ്ട്, എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. ആ എക്സാം എഴുതിയവർക്ക് അതിൽ അഡ്മിഷൻ കിട്ടുള്ളൂ. ഇനി BDS പോലെ, അതായത് ബാച്ചിലേഴ്സ് ഇൻ ഡെന്റിസ്ട്രി പറയും, BDS പോലുള്ള കോഴ്സുകൾക്ക് നമ്മൾ നീറ്റ് എന്ന് പറഞ്ഞ എക്സാം ഉണ്ടല്ലോ, എൻട്രൻസ് എക്സാം. സോ ആ ഒരു എക്സാം എഴുതിയ കുട്ടികൾക്ക് അതിൽ അഡ്മിഷൻ കിട്ടുള്ളൂ. സോ ഓൾറെഡി 3 വേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നാലാമത്തെ വേ നമുക്ക് CUT UG ഉണ്ട്. CUT UG നമുക്ക് ഡിഗ്രിന്റെ കേസിൽ, അതായത് ഞാൻ പറഞ്ഞു ഡിഗ്രിയിൽ നമുക്ക് ഒരു 55ഓളം കോഴ്സുകളാണ് നമുക്ക് വരുന്നത്. ആ 55ഓളം കോഴ്സിൽ 8 കോഴ്സിന് നമുക്ക് ഈ വർഷം CUT ത്രൂ ആണ് അഡ്മിഷന്. അപ്പം ആ 8 കോഴ്സ് ഏതാന്നുള്ളതെല്ലാം നമ്മൾ ഓൾറെഡി ഗ്രൂപ്പിലെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്. സോ അതിൽ കുറച്ച് ലാംഗ്വേജ് വരുന്നുണ്ട്, പിന്നെ BSc അപ്ലൈഡ് മാത്തമെറ്റിക്സ്, BSc മൾട്ടി ഡിസിപ്ലിനറി അടക്കമുള്ള 8 കോഴ്സുകളാണ് വരുന്നത്. സോ അതിന് അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്നിപ്പം പെട്ടെന്ന് പോയി അപ്ലൈ ചെയ്യാനേ, കാരണം ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് CUT UG ത്രൂ അല്ലേ. അപ്പം അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യാം. ഈ 55 ഈ 8 ഒഴികെയുള്ള ബാക്കിയുള്ള കോഴ്സ് ഉണ്ടല്ലോ, അതായത് 55 8 മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിലുള്ള കോഴ്സ്, ആ കോഴ്സ് എല്ലാം ജാമ്യ ഡയറക്റ്റ് എൻട്രൻസ് എടുത്താണ്. അതിൽ 3 കോഴ്സിന്റെ കേസ് ഞാൻ പറഞ്ഞു, ഇപ്പം JEE, നാറ്റ, അതേപോലെ നീറ്റ് അടക്കമുള്ളത്. ഇതല്ലാണ്ട് ബാക്കിയുള്ള കോഴ്സുകളെല്ലാം നമുക്ക് ജാമ്യന്റെ സ്പെഷ്യൽ എൻട്രൻസ് ത്രൂ ആണ് ജാമ്യന്റെ അഡ്മിഷൻ കാര്യങ്ങൾ വരുന്നത്. സോ ആ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കണം. ഇനി ജാമ്യന്റെ സ്പെഷ്യൽ എൻട്രൻസ് വരുന്ന സമയത്ത് നമുക്ക് എക്സാമിനേഷൻ സെന്റേഴ്സ് ആണ് പല ആൾക്കാരും എന്താ പറയാ പിന്നോട്ട് വലിക്കുന്ന ഒരു ഫാക്ടർ എന്നുള്ളത്. കാരണം CUT നിങ്ങൾ എല്ലാവരും പോയി എഴുതും, കാരണം നമ്മളെ നാട്ടിൽ സെന്റേഴ്സ് ഉണ്ട്. പക്ഷെ ജാമ്യന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് അവിടെ നമുക്ക് കോഴ്സിന്റെ കേസ് പറയുന്ന സമയത്ത് കുറച്ച് കോഴ്സുകൾക്കും നമുക്ക് നാട്ടിൽ സെന്റേഴ്സ് ഉണ്ടാവുന്നുണ്ട്. നാട്ടിൽ സെന്റർ എന്ന് പറയുമ്പോൾ നാട്ടിൽ കാലിക്കറ്റ് നമുക്ക് സെന്റർ ഉണ്ട്. അല്ലാത്ത കോഴ്സുകളെല്ലാം നമ്മൾ ഡൽഹിയിൽ പോയിട്ട് എഴുതേണ്ടി വരും. അതിലിപ്പം ഞാൻ പറഞ്ഞില്ല, ഈ വർഷത്തെ പ്രോസ്പെക്ടസ് വരാത്തത് കൊണ്ട് നമുക്ക് അറിയൂല ഈ വർഷം നാട്ടിൽ ഏതെല്ലാം എക്സാമിനേക്കും സെന്റർ ഉണ്ടാവാന്നുള്ളത്. അപ്പം അതിന്റെ ഒരു ക്ലാരിഫിക്കേഷന്റെ ഒരു ഇഷ്യൂ ഉണ്ട്. അത് നമുക്ക് എന്തായാലും ജാമ്യന്റെ പ്രോസ്പെക്ടസ് എന്നിട്ടുള്ള ഓറിയന്റേഷൻ നമുക്ക് സെറ്റ് ആക്കാൻ കഴിയും. ആൻഡ് കഴിഞ്ഞ വർഷത്തെ ഒരു ഇതനുസരിച്ചിട്ട് BSc കെമിസ്ട്രി, അതേപോലെ തന്നെ BA ഹിസ്റ്ററി, BA എക്കണോമിക്സ്, BSc ബയോസയൻസ് പോലുള്ള കോഴ്സുകൾക്കൊക്കെ നാട്ടിൽ സെന്റർ ഉണ്ടായിരുന്നു. അതേ സമയത്ത് BA പൊളിറ്റിക്കൽ സയൻസ്, BA സോഷ്യോളജി, സൈക്കോളജി, ജോഗ്രഫി, BA മൾട്ടി ഡിസിപ്ലിനറി ആൻഡ് BSW സോഷ്യൽ വർക്ക് പോലെ കോഴ്സുകൾ നമ്മൾ ഡൽഹിയിൽ പോയി എഴുതണമായിരുന്നു. ഇവിടെ നിങ്ങൾ പലരും പിന്നോട്ട് വലിക്കുന്ന ഒരു കേസാണ് ഡൽഹിയിൽ പോയി എഴുതാന്നുള്ളത്. ഡൽഹിയിൽ പോയി എഴുതാന്നുള്ളത് ബേസിക്കലി നമുക്ക് എല്ലാവർക്കും ഒരു വലിയ കടമ്പയായിട്ടെല്ലാം തോന്നും. പക്ഷെ നമ്മൾ അതിന്മാത്രം റിസ്ക് എടുക്കാനുള്ളത് ഒന്നുമില്ല. നമ്മൾ വൺ ടൈം നമ്മൾ ഡൽഹിയിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഒരു ജസ്റ്റ് ഡൽഹിയിൽ പോകുന്നതിനപ്പുറം സംതിങ് നമ്മളെ കരിയറിന് വേണ്ടിയുള്ള ഒരു സാക്രിഫൈസും കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡൽഹി പോകുമ്പോൾ ചെയ്യുന്നത്.
അത്രേ നമ്മൾ അതിനെ കാണാൻ പാടുള്ളൂ. കാരണം ലൈഫിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തുണ്ടാവണം, കുറച്ച് ടൈപ്പ് ഓഫ് സാക്രിഫൈസ് അല്ലെങ്കിൽ ഒരു ലിവിങ് കോസ്റ്റ് നമ്മൾ അതിന് കൊടുക്കണം. അങ്ങനെ സാക്രിഫൈസിൽ കോസ്റ്റ് ചെയ്തവർക്ക് റിസൾട്ട് കിട്ടുള്ളൂ. സോ ആ രീതിയിൽ നമ്മൾ ഡൽഹിയിൽ പോവാന്നുള്ളത് ഒരു ബുദ്ധിമുട്ടാവേണ്ട, അല്ലെങ്കിൽ നമ്മൾ അതിനെ വെറീഡ് ആവേണ്ട ആവശ്യമേ. നിങ്ങൾ ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞിട്ട് അവിടെ നിങ്ങൾക്ക് അക്കോമഡേഷൻ ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് അവിടെ ഹെൽപ്പ് ചെയ്യാനും അസിസ്റ്റ് ചെയ്യാനും എല്ലാം അവിടുത്തെ മലയാളി സ്റ്റുഡൻസ് ബാക്കി എല്ലാ രീതിയിലുള്ള സിസ്റ്റംസും അവിടെ ഓൾറെഡി റെഡിയാണ്. സോ ഡൽഹിയിൽ പോവാന്നുള്ള അല്ലെങ്കിൽ ആ ഒരു ടാസ്ക് കൊണ്ട് ഞാൻ എക്സാം എഴുതുന്നില്ല എന്ന് പറയുന്നത് നിങ്ങൾ ലൈഫിൽ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ബ്ലണ്ടർ ആയിരിക്കും. സോ ആ ഒരു റിസ്ക് ആരും ഏറ്റെടുക്കരുത്. കാരണം ഇത്രയും നല്ലൊരു ഡിമാൻഡഡ് ആയിട്ടുള്ള കോഴ്സിന് രാജ്യത്തിന്റെ പല മുക്കിലും മൂലയിൽ നിന്ന് ആൾക്കാർ വന്ന് എക്സാം എഴുതുമ്പം നമ്മൾ മലയാളീസ് മാത്രം മാറിക്കുക എന്നുള്ളത് അത് ഏറ്റവും വലിയൊരു ബ്ലണ്ടർ ആണ്. സോ ആ ഒരു കാര്യം നമ്മൾ ഒരിക്കലും ചെയ്യരുത്. അപ്പം അങ്ങനെ ഡൽഹിയിൽ സെന്റർ ഉണ്ട് എന്നുള്ളത് ഒരു പ്രശ്നേ ആയിട്ട് നമ്മൾ കാണേണ്ട ആവശ്യമല്ല. ഓക്കെ, സോ ആ ഒരു കേസ് പറഞ്ഞു. ഇനി നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് സ്പോർട്സ് കാറ്റഗറി NSS NCC ത്രൂ ഉള്ള രീതിയിലൊക്കെ നമുക്ക് കിട്ടും. ഇപ്പൊ സ്പോർട്സിന്റെ കേസിലെല്ലാം നമ്മളിൽ ആരെങ്കിലും ഒളിമ്പിക്സ് അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ വലിയ കളികളെല്ലാം ഉണ്ടാവല്ലോ, വേൾഡ് കപ്പ് അല്ലെങ്കിൽ ഏഷ്യൻ ഗെയിംസ് പോലെ വലിയ വലിയ കളികള്, അതിലെല്ലാം കളിച്ച് അതിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് എന്തില്ല, ട്രയല് പോലും ഇല്ലാണ്ട് നമുക്ക് അവിടെ പോയിട്ട് നമ്മൾ പറഞ്ഞ കോഴ്സിന് തന്നെ ജോയിൻ ചെയ്യാൻ കഴിയും നമുക്ക്. ആൻഡ് ഇനിയിപ്പോ നമ്മൾ നാഷണൽ ഗെയിംസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവൽ ഗെയിംസ് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ലെവൽ ഗെയിംസ് എല്ലാം ആണ് കളിക്കുന്നെങ്കിൽ നിങ്ങൾ ആ സർട്ടിഫിക്കറ്റും കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ട്രയലോട് കൂടി അവിടെ പോയിട്ട് നിങ്ങളൊന്ന് പെർഫോം ചെയ്യേണ്ടി വരും. ആ ട്രയലോട് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, അവിടെ അഡ്മിഷൻ എടുക്കാൻ കഴിയും. അതിൽ ആലോചിക്കണേ, നമുക്ക് ജില്ലാ ലെവലിൽ കളിച്ച ഒരു കുട്ടിയാണെങ്കിൽ പോലും ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവിടെ പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ നമ്മൾ അത് കൃത്യമായിട്ട് മനസ്സിലാണ്, ഇതൊന്നും വിട്ടുപോകരുത്. കാരണം നമ്മളിത് ഇവിടെ യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ അവിടെ യൂട്ടിലൈസ് ചെയ്യാൻ വേറെ കുറച്ച് ആൾക്കാരുണ്ടാവും എന്നുള്ളൊരു ബോധം നമുക്കുണ്ടെങ്കിലേ നമ്മൾ അതിനെ പറ്റി കോൺഷ്യസ് ആവുള്ളൂ. സോ ആ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം. ആൻഡ് NCC NSS പോലുള്ളതിൽ പങ്കെടുത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് മാർക്കിൽ റിലാക്സേഷൻ പോലെ കാര്യങ്ങളുണ്ട്. അപ്പം അതും ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. സോ ഇനിയിപ്പം മൊത്തം സീറ്റിന്റെ ഒക്കെ കേസിൽ പറയുകയാണെങ്കിൽ പല കോഴ്സിനും പല രീതിയിലുള്ള സീറ്റാണ് വരുന്നത്. ചിലതിൽ 42 സീറ്റാണ് വരുന്നത്, ചിലതിൽ 60 സീറ്റ് വരുന്നുണ്ട്, ചിലതിൽ 55 സീറ്റ് വരുന്നുണ്ട്. ഡിപ്പെൻസ് അപ്പോൺ ആണ്. ഇനി ഈ സീറ്റിൽ തന്നെ എന്തുണ്ട്, റിസർവേഷനും കാര്യങ്ങളും വരുന്നുണ്ട്. അതില് മുസ്ലിം റിസർവേഷൻ വരുന്നുണ്ട്, ജമ്മു ആൻഡ് കാശ്മീർ റിസർവേഷൻ വരുന്നുണ്ട്, കാശ്മീരി മൈഗ്രന്റ് റിസർവേഷൻ വരുന്നുണ്ട്. ഇങ്ങനെ പല രീതിയിലുള്ള റിസർവേഷൻ എന്ത് വരുന്നുണ്ട്, നമ്മളെ ഈ ടോട്ടൽ ഉള്ള സീറ്റിൽ തന്നെ വരുന്നുണ്ട്. ബാക്കി അക്കാഡമിക്സിന്റെ കാര്യമാണെങ്കിലും നമുക്ക് നല്ല അക്കാഡമിക്സ്, നല്ല പ്രൊഫസേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇപ്പം നിങ്ങളൊരു ജാമ്യയിലെല്ലാം ഒരു കോഴ്സിന് പഠിക്കുകയാണെങ്കിൽ നിങ്ങളെ ചുറ്റുപാടുള്ള കുട്ടികൾ എന്ന് പറഞ്ഞത് രാജ്യത്തിന്റെ വിവിധ സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്തുള്ള കുട്ടികളായിരിക്കും. അതിൽ കാശ്മീരീസ് ഉണ്ടാവും, ആസാമീസ് സ്റ്റുഡൻസ് ഉണ്ടാവും, നോർത്ത് ഈസ്റ്റ് സ്റ്റുഡൻസ് ഉണ്ടാവും, നമ്മളെ സൗത്ത് നിന്നുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും, വെസ്റ്റ് നിന്നുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും, എല്ലാ ഭാഗത്തു നിന്നുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും. സോ അവിടെ നിന്നെല്ലാം നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്പോഷർ കാര്യങ്ങൾ ആൻഡ് ജാമ്യയിലുള്ള നമ്മളെ പ്രോഗ്രാംസും കാര്യങ്ങളും ഇതെല്ലാം ഭയങ്കര ഒരു പോസിറ്റീവ് ആയ കാര്യമാണ്. ഞാൻ എക്സ്പോഷറിന്റെ കേസിലേക്ക് നീങ്ങാത്തത്, നെക്സ്റ്റ് ഇവിടെ സംസാരിക്കുന്ന ഹദിയ അതിൽ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യും എക്സ്പോഷറും ബാക്കി ജാമ്യയിൽ എങ്ങനെയാണ് നമ്മളെ ലൈഫും കാര്യങ്ങളെല്ലാം. സോ അതുകൊണ്ടാണ് ഞാൻ അതിന്റെ ആ ഒരു സൈഡിലേക്ക് നീങ്ങാത്തത്. സോ നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തത് ഇതിന്റെ ഒരു ടെക്നിക്കൽ രീതിയിലുള്ള വേർഷൻസ് ആണ് നമ്മൾ കംപ്ലീറ്റ്ലി ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിൽ നിങ്ങൾക്ക് ബേസിക്കലി കുറെ ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ജാമ്യന്റേത് അങ്ങനത്തെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയ സിസ്റ്റം ആണ് ജാമ്യന്റേത്. അത് നമ്മൾ പറയാറുണ്ട്, ഇപ്പം ഒരു ഫെബ്രുവരിയിലൊക്കെയാണ് ജാമ്യന്റെ പ്രോസ്പെക്ടസ് വരുന്നെങ്കിൽ അതിന്റെ റിസൾട്ടും എല്ലാം വന്ന് അവസാനത്തെ കുട്ടിയും ആ വർഷം അഡ്മിഷൻ എടുക്കുന്നത് ഒരു ഒക്ടോബർ സമയത്തൊക്കെ ആയിരിക്കും. ഒരു വർഷത്തിലെ 2 മാസം ഒഴിച്ച് അല്ലെങ്കിൽ 2-3 മാസം നമ്മൾ ഒഴിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള 9-10 മാസം ജാമ്യ ഈ ഒരു അഡ്മിഷനും ബാക്കി കാര്യങ്ങളായിട്ടെല്ലാം നീങ്ങാണ്. കാരണം അത്രയും വലിയൊരു ലെങ്തി ആയിട്ടുള്ള പ്രൊസീജിയർ ആണ് ജാമ്യന്റേത്. സോ ആ ഒരു കാര്യമാണ് നമ്മൾ ബേസിക്കലി ഈ ഒരു ഓറിയന്റേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഇതിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ബാക്കി അക്കാഡമിക് എക്സ്പോഷർ അതേപോലെ തന്നെ ഡൽഹി എക്സ്പോഷർ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും, ഹദിയ ഓൾറെഡി നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. സോ ആ ഒരു കാര്യങ്ങളെല്ലാം ബേസിക്കലി ഈ ഒരു ഇതില് നമുക്ക് ടെക്നിക്കൽ സൈഡിൽ പറയാനുള്ളത്. സോ ഹദിയ ഓഡിബിൾ ആണോ? യെസ് ഓക്കെ. ഹലോ. അപ്പോ അമാൻഷ കുറെ കാര്യങ്ങള് ടെക്നിക്കൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു. അമാൻഷ പറഞ്ഞ പോലെ തന്നെ ഈ വർഷത്തെ പ്രോസ്പെക്ടസ് വരാത്തോണ്ട് നമുക്ക് കുറെ കാര്യങ്ങൾ പറയാൻ പറ്റില്ല.
അപ്പൊ ഞാന് ഒരു എന്താ പറയാ കുറച്ച് എക്സാം എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളും പിന്നെ എക്സ്പോഷറിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോ എക്സാം എന്ന് പറയുമ്പോൾ ഇപ്പൊ മനസ്സ് പറഞ്ഞ പോലെ തന്നെ ഫാക്കൽറ്റി ഓഫ് സയൻസിന്റെയും സോഷ്യൽ സയൻസിന്റെ അണ്ടറിൽ വരുന്ന മെജോറിറ്റി കോഴ്സസിനും ജാമ്യന്റെ സെപ്പറേറ്റ് എൻട്രൻസ് ആണ് വരിക. അപ്പൊ എന്താ വെച്ചാല് എന്താ പറയാ ഈ നേരത്തെ മനസ്സ് പറഞ്ഞ പോലെ തന്നെ ഒരു പേടി എല്ലാവർക്കും ഉണ്ടാവും. കാരണം കുറച്ച് സീറ്റാ ഉള്ളൂ, എന്നാ കുറേ അപ്ലിക്കൻസ് ഉണ്ടാവും എന്നുള്ള ഒരു കാര്യം. പക്ഷെ അതൊരു വിഷയമല്ല. നമ്മള് എന്താ പറയാ കൺസിസ്റ്റന്റ് ആയിട്ട് വേണ്ട രീതിയിൽ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ് അതിന്റെ ഒരു ഇത് കിട്ടാനുള്ള ഒരു വഴി. അപ്പോ ജാമ്യ അതിന്റെ എല്ലാ കോഴ്സിന്റെയും എല്ലാ എൻട്രൻസ് എക്സാമിന്റെയും സിലബസ് പുറത്തു വിടും. ഇപ്പൊ ഇപ്രാവശ്യം എങ്ങനെയാണ് സിലബസിൽ അപ്ഡേഷൻസ് ഉണ്ടാവോ ഇല്ല എന്നുള്ളത് നമുക്ക് പറയാൻ ആയിട്ടില്ല. അപ്ലിക്കേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാലാണ് അത് ഔട്ട് ചെയ്തിട്ടുണ്ടാവുള്ളൂ. യൂഷ്വലി എന്താ പറയാ ചില സബ്ജക്ട്സിന് ഇപ്പൊ സോഷ്യോളജി, സൈക്കോളജി, പൊളിറ്റിക്സ് പോലെയുള്ള ചില സബ്ജക്ട്സിന് ഭയങ്കര ജനറൽ ആയിട്ടുള്ള ഒരു സിലബസ് ആയിരിക്കും ഉണ്ടാവുക. ഈ വർഷം ഇനി അതിൽ ചേഞ്ച് ഉണ്ടാവുമെന്ന് അറിയില്ല. ചില ടൈമിൽ സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടും വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ്, GK അതുപോലുള്ള കുറേ കൂടി വൈഡ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് ചില സബ്ജക്ട്സിന് ഉണ്ടാവുക. അതേസമയം ചിലപ്പോൾ ഹിസ്റ്ററി, ഇക്കണോമിക്സ് പോലെയുള്ള സബ്ജക്ട്സിന് കുറച്ചും കൂടി സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള സിലബസ് ആണ് ഉണ്ടാവുക. അപ്പം നമ്മൾ സിലബസിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യം. നല്ലോണം സിലബസിനനുസരിച്ചിട്ട് വായിക്കുക, പഠിക്കുക, അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാം. നമ്മള് ഇപ്പൊ നമ്മൾ സ്കൂളിൽ പഠിക്കണ പോലെ തലേന്നിരുന്ന് പഠിച്ചത് കൊണ്ടോ ഒന്നും ക്രാക്ക് ചെയ്യാൻ പറ്റൂല. അപ്പം അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ടൈം എടുത്തിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഡെയിലി പ്രിപ്പയർ ചെയ്യുക. പ്ലസ് ഇത് പ്രിപ്പയർ ചെയ്യണതിന്റെ ഒപ്പം റിവിഷൻ ഒരു നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം MCQ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ റിവിഷൻ ചെയ്യാണ്ട് പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യാണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് അറിയലുണ്ടാവും, ഓപ്ഷൻസ് അറിയലുണ്ടാവും, പക്ഷെ നമുക്ക് ഓപ്ഷൻസ് കാണുമ്പോൾ കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക, അത് കൺസിസ്റ്റന്റ് ആയിട്ട് റിവൈസ് ചെയ്യാന്നുള്ളതാണ് ഒരു മെയിൻ പാർട്ട്. പിന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പം PYQ അവൈലബിൾ ആയിട്ടുണ്ടാവും, പല സൈറ്റുകളിലും PYQs അവൈലബിൾ ആയിട്ടുണ്ടാവും, അത് മാക്സിമം ചെയ്യുക. പിന്നെ ചില സബ്ജക്ട്സിന്റെ ഇപ്പം ഈ അടുത്ത് CUT-ന്ന് ജാമ്യന്റെ സെപ്പറേറ്റ് ഇതിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ സിലബസിന്റെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. എന്നാലും അവൈലബിൾ ആയ PYQs ചെയ്യുക. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ മാക്സിമം അറ്റൻഡ് ചെയ്യുക. എവിടെയൊക്കെ എത്ര മോക്ക് ടെസ്റ്റുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടോ അത്രയും അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അങ്ങനെ നമ്മൾ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻസ് വരുന്ന പാറ്റേൺസ് അതെല്ലാം മനസ്സിലാക്കാൻ പറ്റും. പിന്നെ വേറൊരു പോയിന്റ് എന്താന്ന് വെച്ചാല് നമ്മൾ പഠിക്കുമ്പോൾ ഒരു പഠിക്കുന്ന പോർഷന് നമ്മൾ തന്നെ മോഡൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി നോക്കുക. നമ്മൾ PYQs എല്ലാം നോക്കി വെച്ചിട്ട് ആ ഒരു പാറ്റേൺ മനസ്സിലാക്കിയിട്ട് നമ്മൾ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ നോക്കുക. അപ്പം അത് നമ്മൾ പഠിക്കുന്നത് കുറച്ചും കൂടി നമ്മളെ മെമ്മറിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ആക്കും. പിന്നെ എക്സാമിന്റെ കാര്യം പറയുമ്പോൾ യൂഷ്വലി 0.25 നെഗറ്റീവ് വരാറുണ്ട് ഒരു ക്വസ്റ്റ്യന് തെറ്റിച്ചാല്. അപ്പോ നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ആ ഒരു നെഗറ്റീവ് മാർക്സ് ഉണ്ടാവും എന്നുള്ളത് എന്താ പറയാ മനസ്സിൽ വെച്ചിട്ട് അറ്റൻഡ് ചെയ്യുക. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയലുണ്ടാവും നെഗറ്റീവ് മാർക്ക് വരുമ്പോൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത്. എന്നാലും പറയാണ്, ഇപ്പം 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 100 ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ നിൽക്കരുത്. അതിനനുസരിച്ചിട്ട് നമ്മൾ ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്യുക. അതിനുശേഷം പിന്നെ നമുക്ക് കുറച്ച് ഡൗട്ട് ഉള്ളത് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യാം. അല്ലാണ്ട് എല്ലാ ക്വസ്റ്റ്യൻസും ചാടി കയറി ചെയ്യാൻ നിൽക്കരുത്. അങ്ങനെ വന്നാല് ചിലപ്പോൾ നെഗറ്റീവ് വന്നിട്ട് നമ്മൾക്ക് ചിലപ്പോൾ കിട്ടാണ്ട് പോകും. പിന്നെ ഇതേപോലെ എക്സാമിന് ഡിഫിക്കൽട്ടിന് അനുസരിച്ച് അറ്റൻഡ് ചെയ്യാന്നുള്ളതാണ് വേറൊരു പോയിന്റ്. നല്ല ഡിഫിക്കൽട്ട് ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് മാത്രമായിരിക്കില്ല, എല്ലാവർക്കും ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പൊ നമ്മള് പൊതുവെ കട്ട് ഓഫ് കുറവായിരിക്കും. ഡിഫിക്കൽട്ടി ലെവൽ കൂടുതലാണെങ്കിൽ കട്ട് ഓഫ് കുറവായിരിക്കും. അപ്പൊ നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ട് നെഗറ്റീവ് വന്നാൽ അത് നമുക്ക് അവിടെ മാർക്ക് കുറയാണ് ചെയ്യുക. അപ്പം നല്ല ഡിഫിക്കൽട്ട് ആണെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്യാണ്ടിരിക്കുക. എന്നാൽ മോഡറേറ്റ് ആണെങ്കിൽ അതിനനുസരിച്ച് കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്യുക. നല്ല സിമ്പിൾ ആണെങ്കിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് എക്സാം പ്രിപ്പറേഷനെ പറ്റിയിട്ട്, എക്സാം സ്ട്രാറ്റജീസിനെ പറ്റിയിട്ടൊക്കെ പറയാനുള്ളത്. പിന്നെ എന്താ സിലബസ് ആപ്ലിക്കേഷൻ വിളിക്കുന്ന ടൈമായിരിക്കും സിലബസ് വരിക. അപ്പൊ അത് നല്ലോണം ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ
എക്സ്പോഷറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ വന്നിട്ടുള്ള ഒരു മെയിൻ എക്സ്പോഷർ അമാൻഷ പറഞ്ഞു, കണക്ഷൻസ് ആണ്. നമുക്ക് ഇന്ത്യന്റെ പല ഭാഗത്തു നിന്നുള്ള പ്രൊഫസേഴ്സ് ആയിരിക്കും, അതുപോലെ തന്നെ സ്റ്റുഡൻസ് ആയിരിക്കും. നമ്മളുടെ ഒരു ക്ലാസ്സിൽ ഇപ്പൊ ഒരു 60 കുട്ടികൾ അല്ലെങ്കിൽ 42 കുട്ടികൾ ഉണ്ടെങ്കിൽ അതിൽ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നുള്ള നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ള കുട്ടികൾ ഉണ്ടാവും, കശ്മീരിൽ നിന്നുള്ള കുട്ടികൾ ഉണ്ടാവും, രാജസ്ഥാൻ ഉണ്ടാവും. അപ്പോ പല ഡിഫറെന്റ് സ്റ്റേറ്റിൽ നിന്നുള്ള പല കൾച്ചേഴ്സ് ഉള്ള കുട്ടികളായിരിക്കും ഉണ്ടാവുക. അപ്പൊ നമുക്ക് അവരായിട്ട് കണക്ട് ചെയ്യാനും അവരുടെ കൾച്ചറിനെ പറ്റി പഠിക്കാനും ഒരുപാട് മലയാളീസ് ഉണ്ട്. നമ്മള് നോർത്ത് ഇന്ത്യയിൽ ആരെങ്കിലും ഒക്കെ ഫാമിലിയിൽ കല്യാണം ഉണ്ടാവുമ്പോൾ, ഫ്രണ്ട്സിന്റെ ഫാമിലിയിൽ കല്യാണം ഉണ്ടാവുമ്പോൾ അവിടെ പോണ കുട്ടികളുണ്ട്. അതുപോലെ തന്നെ എന്താ പല സ്ഥലങ്ങളിലും പോയിട്ട് ഫ്രണ്ട്സിന്റെ വീട്ടിൽ നിന്ന് അവരുടെ കൾച്ചർ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ അക്കാഡമിക് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പം ഇപ്പം നമ്മൾ ഹിസ്റ്ററി പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു വലിയൊരു ഹിസ്റ്റോറിയൻ അല്ലെങ്കിൽ സോഷ്യോളജി പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ നമ്മൾ എന്താ പറയാ ഓൺലൈനായിട്ട് മാത്രം കണ്ടിട്ടുള്ള വായിച്ചിട്ടുള്ള വലിയ സോഷ്യോളജിസ്റ്റുകള് അങ്ങനെയുള്ളവരെ വെച്ചുള്ള ലെക്ചേഴ്സ് സെമിനാറുകൾ ഒക്കെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് നടക്കലുണ്ടാവും. അപ്പോ എന്താ പറയാ നമുക്ക് അങ്ങനെയുള്ള അത്രയും ടാലന്റഡ് ആയിട്ടുള്ള അത്രയും ഫേമസ് ആയിട്ടുള്ള ആളുകളെ കേൾക്കാനും നേരിട്ട് കാണാനും ഒക്കെ കിട്ടുന്ന ഒരു ചാൻസ് ആണ് ഇവിടെ വന്നു കഴിഞ്ഞാട്ടുള്ളത്. പിന്നെ ഒരു കാര്യം ലാംഗ്വേജ് ആണ്. ഇപ്പം ചിലപ്പോൾ നമുക്ക് തീരെ ഹിന്ദി അറിയലുണ്ടാവില്ല, ചിലപ്പം അത്യാവശ്യം അറിയുന്നവരായിരിക്കും. അപ്പൊ തീരെ ഹിന്ദി അറിയില്ലെങ്കിൽ നമ്മൾ ഇവിടെ വന്നാലും ഫസ്റ്റ് കുറച്ചൊക്കെ എന്താ പറയാ സ്ട്രഗിൾ ചെയ്യും. ക്ലാസ്സിലാണെങ്കിലും ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും, അല്ലെങ്കിൽ ബാക്കി ക്യാമ്പസിന്റെ പുറത്താണെങ്കിലും ചിലപ്പോൾ നമ്മൾ കുറെ ഡിഫിക്കൽട്ടീസ് നേരിടും. പക്ഷെ എന്നാലും ഈ ഒരു ഡിഫിക്കൽട്ടി ഫേസ് കഴിഞ്ഞാലും നമ്മൾ അതിനോട് യൂസ്ഡ് ആവുക, നമ്മൾ കുറേം കൂടി ലാംഗ്വേജ് പഠിക്കും. അങ്ങനെ നമ്മളുടെ ഒരു പേഴ്സണൽ ഗ്രോത്തിന് ഭയങ്കര എന്താ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ലാംഗ്വേജ് എന്നുള്ളത്. നമ്മൾ പല ടൈപ്പ് ആയിട്ടുള്ള ആളുകളെ ഡീൽ ചെയ്യാനും പല സിറ്റുവേഷൻസ് ക്യാമ്പസിന്റെ ഉള്ളിലും പുറത്തും പല സിറ്റുവേഷൻസ് ഡീൽ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതൊക്കെ ഒരു വലിയ കാര്യമാണ്. നമ്മൾ നാട്ടിൽ നിന്നാല് ചിലപ്പോ കിട്ടാത്ത രീതിയിലുള്ള എന്താ പറയാ അത്രയും വലിയ രീതിയിൽ നമ്മൾ ആളുകൾ ഡീൽ ചെയ്യാൻ പഠിക്കും. നാട്ടിൽ കിട്ടൂല എന്നല്ല, പക്ഷെ ഈ പറഞ്ഞ പോലെ ലാംഗ്വേജിന്റെ വ്യത്യാസം കൾച്ചറിന്റെ വ്യത്യാസം ഒക്കെ ഉള്ളത് കാരണം നമ്മൾ കുറേം കൂടി വൈഡ് ആയിട്ടുള്ള ഒരാളുകളെ ഡീൽ ചെയ്യാൻ നമ്മൾ പഠിക്കും. പിന്നെ ഡൽഹിന്റെ ഒരു എക്സ്പോഷർ ആണ്. നേരത്തെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഡൽഹിന്റെ ഒത്ത നടുവിൽ ഒരു വലിയൊരു ക്യാമ്പസ് ആണ്. അപ്പോ ഡൽഹിയിൽ വന്നിട്ടുള്ള ഡൽഹിയില് നടക്കുന്ന കുറെ പ്രോഗ്രാംസ് സെമിനാറുകൾ ഡൽഹിയിൽ നടക്കലുണ്ട്. അതുപോലെ തന്നെ കുറെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള പ്ലേസസ് ഉണ്ട് നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയ. അങ്ങനെ എന്താ പറയാ പൊളിറ്റിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്ലേസുകളെല്ലാം ഡൽഹിയിലുണ്ട്. അങ്ങനെ നമ്മൾക്ക് അക്കാഡമിക് ആയിട്ട് എക്സ്ട്രാ കിട്ടാൻ എന്താ പഠിക്കാനും അറിയാനും പറ്റിയ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഡൽഹിയിലുണ്ട്. അതെല്ലാം നമ്മൾക്ക് ജാമ്യയിൽ നിന്നിട്ടുണ്ടെങ്കിൽ ജാമ്യയിൽ നിന്നുകൊണ്ട് നമുക്ക് ഗ്രാബ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. പിന്നൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത് ജാമ്യന്റെ ക്യാമ്പസിന്റെ ഒരു ബ്യൂട്ടിയാണ്. പറഞ്ഞ പോലെ 230 ഏക്കറിൽ ഇങ്ങനെ കിടക്കണ ഒരു ക്യാമ്പസ് ആണ്. അപ്പോ അതില് എന്താ പറയാ ഇപ്പം ഈ ഒരു ടൈമിലാണെങ്കിൽ വിന്റർ കഴിഞ്ഞിട്ടുള്ള ഒരു ടൈമില് പുതിയ പൂക്കളും നമ്മളിങ്ങനെ വെറുതെ നടന്നു പോകുമ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെ ഒന്ന് എന്താ പറയാ എൻജോയ് ചെയ്ത് പോകുന്ന ഒരു ബ്യൂട്ടിയാണ്. അപ്പോ അതൊരു മെയിൻ കാര്യമാണ്. നമ്മളിങ്ങനെ എന്താ പറയാ ഭംഗിയുള്ള ഒരു ക്യാമ്പസിൽ പഠിക്കുക എന്നുള്ളത് ഒരു സന്തോഷമാണ്. പിന്നെ റീഡിംഗ് റൂംസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാന്നുള്ളത്. ഞാൻ നേരത്തെ കണക്ഷന്റെ കാര്യം പറഞ്ഞപ്പോ വിട്ടുപോയി. ജസ്റ്റ് കൾച്ചേഴ്സ് പല ഭാഗത്തു നിന്നുള്ള കൾച്ചേഴ്സ് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതിന്റെ അപ്പുറം എന്താ ഒരു നമ്മളെ ഗ്രോ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കണക്ഷൻസ് ആയിരിക്കും ഇവിടെ നിന്ന് കിട്ടുക. നമ്മളിപ്പോ ഫ്രണ്ട്സിനോട് ചിലപ്പോ വെറുതെ സംസാരിക്കുന്നതിനപ്പുറം ചിലപ്പോ നമ്മളെ സംസാരങ്ങൾ വലിയ എന്താ പറയാ കുറച്ചും കൂടി നമ്മൾക്ക് ഗ്രോത്ത് ഉണ്ടാവുന്ന രീതിയിലുള്ള ഡിസ്കഷൻസ് ആയിട്ട് മാറാം. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും റീഡിങ്സ് നമ്മള് ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിരുന്ന ഒരു റീഡിങ് എനിക്ക് വായിക്കാം. അങ്ങനെ എന്താ പറയാ കുറച്ചും കൂടി ഗ്രോത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കണക്ഷൻസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. പിന്നെ ഒരു കാര്യം റീഡിംഗ് റൂംസ് ആണ്. നമ്മള് എക്സാം ടൈമിലാണെങ്കിലും അല്ലെങ്കിലും എക്സാം ടൈമിൽ പ്രത്യേകിച്ചും നമുക്ക് ഭയങ്കര നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന റീഡിംഗ് റൂംസ് ഉണ്ട്. അപ്പം ഈ പറഞ്ഞ കണക്ഷൻസും ഗ്രോത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള കണക്ഷൻസും റീഡിംഗ് റൂംസ് ഒക്കെ വെച്ചിട്ട് നമ്മളെ ഇപ്പൊ എന്താ പറയാ +2 കഴിഞ്ഞ് വരുന്ന ഒരു സ്റ്റുഡന്റ് ആയിരിക്കില്ല ചിലപ്പോ ഒരു സെം കഴിയുമ്പോ ഉണ്ടാവുക. അത്രയും എന്താ പറയാ ചേഞ്ചസ് പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് ആ സ്റ്റുഡന്റിൽ ഉണ്ടാവും. കാരണം പല രീതിയിലും ഈ പറഞ്ഞ കണക്ഷൻസ് ആണെങ്കിലും പ്രോഗ്രാംസ് ആണെങ്കിലും
തുടക്കത്തിൽ ചിലപ്പോൾ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും, ഇപ്പൊ ലാംഗ്വേജ് അറിയാത്തതിന്റെ പ്രശ്നം, അങ്ങനെ പല ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞാൽ ആ ഒരു ഡിഫിക്കൽട്ടി സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിൽ വരുന്ന ഒരു ഗ്രോത്ത് നമുക്കിങ്ങനെ നമുക്ക് നമുക്ക് സ്വയം ഫീൽ ചെയ്യും. ജസ്റ്റ് ഒരു സെമ്മ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു ഇത് ഫീൽ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു എക്സ്പോഷറാണ് നമ്മൾക്ക് ജാമ്യയിൽ കിട്ടണത്. അപ്പോ ജാമ്യന്റെ മനസ്സ് പറഞ്ഞ പോലെ പ്രോസ്പെക്ടസ് വന്നിട്ടില്ല, ആപ്ലിക്കേഷൻ വിളിച്ചിട്ടില്ല. പക്ഷേ എന്നാലും ജാമ്യൻ എക്സാം എഴുതാൻ കാത്തിരിക്കുന്ന കുട്ടികൾ എന്നുള്ള നിലയിൽ പറയാനുള്ളത്, പേടിക്കുകയോ എന്താ പറയാ ഇത്ര സീറ്റാ ഉള്ളൂ എന്ന് വിചാരിച്ച് പേടിക്കുകയോ ബാക്ക് അടിക്കുകയോ ചെയ്യണ്ട. കൺസിസ്റ്റന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്യുക. പിന്നെ നമ്മൾക്ക് എന്താണോ നല്ലത് അത് നമുക്ക് കിട്ടും, അങ്ങനെ ഒരു വിശ്വാസത്തിൽ ചെയ്യാന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ട്രൈ ചെയ്യുക, ബാക്കിയെല്ലാം നടക്കുന്നത് പോലെ നടക്കും. ഏറ്റവും നല്ലതാണ് നടക്കുള്ളൂ. ലൈക്ക് ഹദിയ പറഞ്ഞ പോലെ തന്നെ എന്താ പറയാ, ജാമ്യ അല്ലെങ്കിൽ ഡൽഹി എന്നുള്ളതെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം ആണ് നിങ്ങൾക്ക്. എന്താ പറയാ, നിങ്ങൾ എല്ലാ രീതിയിലുള്ള ഗ്രോത്ത് ഓറിയന്റഡ് ആവട്ടെ, അത് ലാംഗ്വേജ് ആവട്ടെ, ഇനി നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടോ, ഒരു ഇനീഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നിങ്ങൾ ഡൽഹിയിലേക്കും ജാമ്യയിലേക്കും വാ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ബിസിനസ് ആണ് നിങ്ങൾ എയിമെങ്കിൽ, ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ മോട്ടീവ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരേ സമയത്ത് നമുക്ക് ഡൽഹിയിൽ അക്കാഡമിക്സും പഠിക്കാം, അതേപോലെ തന്നെ നമ്മളെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് എൻഗേജ് ചെയ്യാൻ കഴിയും. സോ നല്ല രീതിയിലുള്ള ഇത്തരത്തിലുള്ള ഇനീഷ്യേറ്റീവ്സിലൊക്കെ ഭാഗമാവുന്ന കുറെ ആൾക്കാർ എന്തുണ്ട് നമ്മളെ ജാമ്യയിലും മറ്റ് യൂണിവേഴ്സിറ്റികളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. സോ ആ ഒരു കാര്യമെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, ഏറ്റവും അടിസ്ഥാനമായിട്ട് നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. ജാമ്യയില് നിങ്ങൾ എല്ലാ ഡേയ്സും നമുക്ക് ഡൽഹിയിലെ പല സ്ഥലങ്ങളിലായിട്ട് ക്വിസ് കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോ അത് കോൺഫറൻസിന്റെ കാര്യമാവട്ടെ, അതും മോസ്റ്റ് ഓഫ് ദി എല്ലാ ഡേയ്സും നിങ്ങൾക്കറിയാം. നമ്മളെ ഇന്ത്യൻ എംബസി അതേപോലെ തന്നെ ഇന്ത്യനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇന്ത്യന്റെ എല്ലാ രീതിയിലുള്ള ലെജിസ്ലേച്ചർ ആവട്ടെ, പാർലമെന്റ് ആവട്ടെ, ആൻഡ് ജുഡീഷ്യറി ആവട്ടെ, എക്സിക്യൂട്ടീവ് ബാക്കി കാര്യങ്ങളാവട്ടെ, എല്ലാ രീതിയിലും ഇന്ത്യന്റെ ഒരു സെൻട്രൽ ക്യാപിറ്റൽ ആണല്ലോ ഡൽഹി എന്ന് പറഞ്ഞത്. സോ അതിന്റെ എല്ലാവിധ അഡ്വാൻറ്റേജും ജാമ്യയിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് നിങ്ങൾക്ക് അവിടെ ഉള്ളത്. നമ്മളിത് ബേസിക്കലി ഈ ഒരു ക്യാമ്പയിന്റെ പേര് CU സ്റ്റോറീസ് എന്നാണല്ലോ. അപ്പൊ ജാമ്യന്റെ കുറച്ച് ഒരു കഥകളിലേക്കൊക്കെ നമ്മളിങ്ങനെ വരികയാണെങ്കിൽ ബേസിക്കലി നമുക്ക് അവിടെ ആഴ്ചയില് തിങ്കൾ മുതൽ വെള്ളി വരെ അല്ലെങ്കിൽ വ്യാഴം വരെ എല്ലാം ക്ലാസ് ഉള്ളു. വെള്ളിയാഴ്ച എല്ലാം 1-2 പീരീഡ് ഒക്കെ നിങ്ങൾക്ക് ആകെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളു. സോ അങ്ങനെല്ലാം വരുന്ന സമയത്ത് പൊതുവെ നമ്മൾ വിചാരിക്കും വെള്ളി ശനി ഞായർ ഓഫ് ആണല്ലോ, സുഖമായിട്ട് കിടന്നുറങ്ങാം, ഈ രീതിയിലെല്ലാം നമ്മളിങ്ങനെ ഡ്രീം എല്ലാം ചെയ്യും. പക്ഷെ ജാമ്യയിലെ ഒരു കുട്ടീനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഡൽഹിയിൽ നിൽക്കുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ചിട്ട് ആ ഉള്ള 4 ദിവസം ഉണ്ടാവില്ല. അതായത് മൺഡേ ടു ഫ്രൈഡേനേക്കാളും ആ കുട്ടി ഏറ്റവും കൂടുതൽ എൻഗേജ്ഡ് ആവുന്നതും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ആ കുട്ടിക്ക് പ്രൊഡക്റ്റീവ് ആവുന്ന 3 ദിവസങ്ങളായിരിക്കും ഈ ഒരു ഫ്രൈഡേ സാറ്റർഡേ സൺഡേസ് എന്ന് പറഞ്ഞത്. മീൻസ് അതായത് ഈ ഓഫ് ഡേയ്സ് എന്ന് പറഞ്ഞത്. അപ്പം അത് നമ്മൾ ഏത് രീതിയിൽ അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടുണ്ടാവും. ഇവൻ ജാമ്യയിലെ സെൻട്രൽ ക്യാൻറ്റീനിലെല്ലാം നമ്മളിങ്ങനെ പറയലുണ്ട്, ജാമ്യയിൽ നമ്മൾ കുടിക്കുന്ന ഓരോ ചായന്റെ കപ്പ് ആ ഒരു ഇതിന് പോലും, ചായക്ക് പോലും കുറെ കഥകളും കാര്യങ്ങളും പറയാനുണ്ടാവും. കാരണം സാധാരണ രീതിയിൽ നമ്മൾ ചായ കുടിക്കുന്ന സമയത്ത് നമുക്ക് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ തോന്നലുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പലതും ഡിസ്കസ് ചെയ്യലുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം വളരെ മാറി കുറച്ചുകൂടി അക്കാഡമിക് ഓറിയന്റഡ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചൊരു ഫ്യൂച്ചറിസ്റ്റിക് വിഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഇന്ത്യന്റെ റിയൽ പ്രോബ്ലംസ് എല്ലാം ഡിസ്കസ് ചെയ്യുന്ന സ്ഥലം കൂടിയാണ് ജാമ്യന്റെ ഓരോ ക്യാൻറ്റീനും അതിനെ പുറത്തുള്ള ഈ മേശകളും വട്ടമേശകളും ആ രീതിയിലാണ് നമ്മൾ സാധാരണ പറയാറുണ്ട്. അപ്പം ഇതെല്ലാം ബേസിക്കലി നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, അത് എസ്പെഷ്യലി ഇങ്ങനത്തെ യൂണിവേഴ്സിറ്റികളിലെല്ലാം നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്ലസ് പോയിന്റ് ആണ് നമുക്ക്. സോ അതിനെല്ലാം നമ്മൾ ഏതെല്ലാം രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നു അതിനനുസരിച്ചുള്ള റിസൾട്ടും കാര്യങ്ങളും നിങ്ങളെ ഗ്രോത്തിലും അതേപോലെ ലൈഫിലെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യും കാണാൻ കഴിയും. അത് തന്നെയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് മൂവ് ഓൺ ചെയ്യാം. സോ എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ജാമ്യന്റെ അഡ്മിഷൻ ആയിട്ടോ അല്ലെങ്കിൽ ജാമ്യന്റെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളത് ഇവിടെ ടൈപ്പ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ടോ സംസാരിക്കാം. സോ നമുക്കത് ക്ലിയർ ചെയ്യാം. ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ
പൊളിറ്റിക്കൽ സയൻസിൽ എത്ര സീറ്റാണ് ടോട്ടൽ ചോദിക്കുന്നുണ്ട് നജ്വ. നമുക്ക് UG പൊളിറ്റിക്കൽ സയൻസിൽ 42 സീറ്റാണ് നമുക്ക് വരുന്നത്. ആൻഡ് പൊളിറ്റിക്കൽ സയൻസിനും BA മൾട്ടി ഡിസിപ്ലിനറി പറഞ്ഞൊരു ഇതുണ്ട്. ആ രണ്ടിനും കൂടി നമുക്ക് സിംഗിൾ എക്സാം ആണ് വരുന്നത്. പിന്നെ അറിയാലോ, ഇപ്പൊ രാജ്യത്തെ എല്ലാ രീതിയിലും NEP നമ്മുടെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ 4 വർഷത്തെ ഡിഗ്രി കോഴ്സസ് ആണ് ജാമ്യയിൽ ഉടനീളം പ്രൊവൈഡ് ചെയ്യുന്നത്. സോ NEP റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളെല്ലാം ഒരുപാടുണ്ട്. അതെല്ലാം നമുക്ക് ഇനി വരുന്ന ഓറിയന്റേഷനിലെല്ലാം സംസാരിക്കാനുള്ളതാണ്. സോ ആ ഒരു NEPന്റെ അഡ്വാൻറ്റേജും ജാമ്യയിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇനി വരുന്ന, അതായത് കഴിഞ്ഞ വർഷം അല്ലെ അതിന്റെ മുമ്പത്തെ വർഷമാണ് ജാമ്യയിൽ NEP സ്റ്റാർട്ട് ചെയ്തത്. സോ ആ ഒരു ഇയർ മുതൽ വരുന്ന കുട്ടികൾക്കെല്ലാം അതിന്റെ എല്ലാവിധ അഡ്വാൻറ്റേജും യൂസ് ചെയ്യാൻ കഴിയും. സോ 42 സീറ്റ്സ് ആണ് ഉള്ളത്. ഹിസ്റ്ററിന്റെ കേസിൽ ഹദിയ ഓഡിബിൾ ആണോ? ഹിസ്റ്ററിൻ്റെത് ഇപ്പൊ BA ഓണേഴ്സിൽ ഇപ്പൊ 60 സീറ്റ്സ് ആണ് ഉള്ളത്. 60 സീറ്റാണ് ഹിസ്റ്ററിയിൽ വരുന്നത്. എക്കണോമിക്സിലും 60 സീറ്റ് സംതിങ് ഉണ്ട്. ബാക്കിയുള്ള കോഴ്സിലെല്ലാം ഈ ഒരു റേഞ്ചിൽ തന്നെ വരുന്നത്. 42, 44, 55. അത് ചില ഇയറിൽ അതിങ്ങനെ കൂടുതലും കുറയലും ഉണ്ട്. ബട്ട് കോമൺ ആയിട്ട് ഈ ഒരു സിസ്റ്റത്തിലാണ് വരാറുള്ളത്. ജാമ്യയിൽ സ്യൂട്ടിന് അണ്ടറിൽ വരുന്ന കോഴ്സ് ലിസ്റ്റ് ഒന്ന് പറയോ? ഓക്കെ, ജാമ്യന്റെ ഇതില് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് UGന്റെ കേസിലാണെങ്കിൽ 8 കോഴ്സസ് ആണ് ബേസിക്കലി നമുക്ക് വരുന്നത്. ആൻഡ് ആ ഒരു 8 കോഴ്സിൽ അധികം നമുക്ക് ലാംഗ്വേജ് റിലേറ്റ് ആയിട്ടുള്ള കോഴ്സ് ആണ് വരുന്നത്. അതിൽ 1-2 കോഴ്സ് BSc അപ്ലൈഡ് മാത്തമെറ്റിക്സ് എന്ന് പറഞ്ഞൊരു പേപ്പർ വരുന്നുണ്ട്. അതേപോലെ തന്നെ BSc മൾട്ടി ഡിസിപ്ലിനറി പറഞ്ഞൊരു പേപ്പർ വരുന്നുണ്ട്. ബാക്കിയെല്ലാം BA ഓണേഴ്സ് സ്പാനിഷ്, BA ഓണേഴ്സ് കൊറിയൻ പോലുള്ളതാണ് വരുന്നത്. എക്സാക്ട് ലിസ്റ്റ് നമ്മൾ ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്യാം. CUT UGന്റെ അണ്ടറിൽ ഇൻ ദ സെൻസ് എന്ന് പറയുമ്പോൾ CUT UGന്റെ അണ്ടറിൽ ഇത് കൂടാതെ ഡിപ്ലോമ അതേപോലെ തന്നെ അഡ്വാൻസ് ഡിപ്ലോമ പോലുള്ള കോഴ്സും വരുന്നുണ്ട് CUT UGന്റെ അണ്ടറിൽ. പക്ഷെ ബാച്ചിലേഴ്സ് കോഴ്സിൽ, ഡിഗ്രി കോഴ്സുകളിൽ ഈ ഒരു 8 കോഴ്സാണ് അതിൽ വരുന്നത്. ക്ലിയർ അല്ല? ക്ലിയർ ആണ് എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, മീഡിയം ഓഫ് ക്ലാസ്സസ് വിൽ ബി ഇൻ ഹിന്ദി. ഈ ഒരു കേസിൽ ഇംഗ്ലീഷ് തന്നെയാണ് എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും എന്തുണ്ടാവുക, മീഡിയം ഓഫ് ക്ലാസ്സസ് എല്ലാം ഉണ്ടാവുക. അതിൽ ചില റെയർ ആയിട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ പ്രൊഫസേഴ്സിനനുസരിച്ചിട്ട് ചില ക്ലാസ്സസ് മേ ബി ഹിന്ദിയിൽ ഉണ്ടാവാറുണ്ട്. ആൻഡ് അറ്റ് എ സെയിം ടൈം അപ്പൊ നമ്മൾ ആലോചിക്കും ഹിന്ദി ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാന്നുള്ളത്. പക്ഷെ നമ്മൾ വെറിഡ് ആവേണ്ട ആവശ്യമില്ല. ഇൻ കേസ് അവർ മീഡിയം ഓഫ് ക്ലാസ്സസ് ഏതെങ്കിലും സാറുമാർ ഹിന്ദിയിലെല്ലാം എടുക്കുന്നെങ്കിൽ നമ്മൾ അവരോട് പറയുകയാണെങ്കിൽ അവർ നമുക്ക് എന്ത് ചെയ്ത് തരും, ആ ക്ലാസ്സസ് എല്ലാം ഇംഗ്ലീഷിൽ നമുക്ക് അവരെ എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കി തരും. സോ അതിൽ നമ്മൾ വെറിഡ് ആവേണ്ട ആവശ്യമില്ല. മെജോറിറ്റി ക്ലാസ്സസ് ഒരു 90 to 95% ക്ലാസ്സും ഇംഗ്ലീഷിൽ തന്നെയാണ് നടക്കാറുള്ളത്. So anything more? എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാട്ടോ, ഒരു 2 മിനിറ്റ്സും കൂടി. ഓക്കെ ഫൈൻ, ഐ തിങ്ക് ഓൾമോസ്റ്റ് എല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കാണ്. അമൻഷ ആണെങ്കിലും ഓഡിബിൾ, എന്റെ വോയിസ് ഓഡിബിൾ അല്ലേ? ഓക്കെ, അമൻഷ ആണെങ്കിലും ഹാദിയ ആണെങ്കിലും നല്ല ടോപ്പ് റാങ്കിൽ എത്തിയ സ്റ്റുഡൻസ് ആണ്. പ്രത്യേകിച്ച് അവരെ എഫേർട്ട് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. അപ്പം അവര് അലിഗഡിലാണെങ്കിലും ജാമ്യയിലാണെങ്കിലും CUT-ലൊക്കെ നന്നായി സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ സ്റ്റുഡൻറ്റും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ സ്വപ്നം ആഗ്രഹിക്കുന്നു എങ്കിൽ തീർച്ചയായും JNU ആണെങ്കിലും ജാമ്യ ആണെങ്കിലും ഡൽഹി ആണെങ്കിലും അലിഗഡ് ആണെങ്കിലും വളരെ സീരിയസ് ആയിട്ടുള്ള കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും നേടിയെടുക്കാൻ പറ്റുന്ന ക്യാമ്പസുകൾ മാത്രമാണ്. അപ്പം നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ നന്നായിട്ട് +2 എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതോടൊപ്പം കോമ്പറ്റീറ്റീവ് എക്സാമിന് വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രിപ്പറേഷൻ നടത്തുകയാണെങ്കിൽ ഇന്ന് ഇവർ ഈ സംസാരിക്കുന്ന രീതിയിൽ വളരെ ക്ലാരിറ്റിയോട് കൂടി കൃത്യമായിട്ട്
നമ്മുടെ കോഴ്സിനെ കുറിച്ചും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചും അവിടുത്തെ എക്സ്പ്ലോസറിനെ കുറിച്ചും അതുപോലെ തന്നെ അവിടുത്തെ ഫെസിലിറ്റീസിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാനും അതിനെ എൻജോയ് ചെയ്യാനും നിങ്ങളുടെ ഡ്രീമിലേക്കുള്ള വലിയൊരു ടേണിംഗ് പോയിന്റ് ആയി മാറ്റാനും സാധിക്കും. അതേ സമയത്ത് നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പറയുമ്പം വളരെ അഫോർഡബിൾ ഫീസിലാണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത്. സെൻട്രൽ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളെ കൂട്ടുകാരിലോട്ടും എത്തിച്ചു കൊടുക്കണം. പോളിഗ്രേഡ് മലയാളീസിനെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി, വലിയൊരു ലക്ഷ്യത്തോടു കൂടി നിങ്ങളെ കൂടെയുണ്ട്. ഇതുപോലെയുള്ള സെഷനുകൾ വരും ദിവസങ്ങളിൽ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയെ കുറിച്ചും അലിഗഡിനെ കുറിച്ചും അതുപോലെ തന്നെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയെ കുറിച്ചും പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയെ കുറിച്ചും മറ്റു ടോപ്പ് യൂണിവേഴ്സിറ്റികളെ കുറിച്ചുള്ള സെഷനുകൾ വരുന്നുണ്ട്. അതിലൊക്കെ പങ്കെടുക്കുക. അതുപോലെ തന്നെ ക്ലാരിറ്റിയോട് കൂടി ആയിരിക്കണം നിങ്ങൾ എന്താ പറയുക എക്സാമിന് പോകേണ്ടത്. സിലബസിനെ കുറിച്ചും PYQ കുറിച്ചൊക്കെ കൃത്യമായ ധാരണ ഉണ്ടാവണം. നല്ല സ്കോർ ചെയ്യണം. എന്നാൽ മാത്രമേ നല്ല ക്യാമ്പസുകളിൽ അഡ്മിഷൻ കിട്ടുകയുള്ളൂ. ഒരിക്കലും ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുക എന്ന ലക്ഷ്യം ഉണ്ടാവരുത്. അത് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. വളരെ ക്ലാരിറ്റിയോട് കൂടി രണ്ടുപേരും നല്ല രീതിയിൽ സംസാരിച്ചു. എല്ലാ സന്തോഷങ്ങളും നന്ദി അറിയിക്കുകയാണ് പോളിഗ്രേഡിന്റെ ഭാഗത്തു നിന്ന്. അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാ ദിവസങ്ങളിലും പങ്കെടുക്കുന്ന ഒരുപാട് കുട്ടികൾ ഇതിൽ എന്നും കാണാറുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും അടുത്ത സെഷനുമായി പോളിഗ്രേഡ് വരുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.